അനുഗ്രഹിക്കപ്പെട്ട സായാഹ്നത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൽ വിലപ്പെട്ട കർത്തൃദാസന്മാർക്കും യേശുക്രിസ്തുവിനുള്ള സായാഹ്ന വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അവൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഒരു വലിയ വിടുതലായി തീരാൻ പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാം. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടച്ച് എല്ലാവരും ഒരുമിച്ച് നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് ഇവിടെ നടക്കുന്ന സബ്ജക്റ്റ് ബേസിലുള്ള ബൈബിൾ ക്ലാസ് എന്നോടുള്ള വ്യക്തിപരമായ ദൈവത്തിൻ്റെ ഇടപെടലായിരിക്കണമെന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ആരും ഒഴിവായിരിക്കുന്നില്ല. ഇതിനകത്തുള്ള എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന അതരത്തിൽ വരികയാണ്. ആകയാൽ എല്ലാവരും പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സായാഹ്നത്തിൽ നിരവധി പ്രവർത്തികളൊക്കെ ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഞാനിവിടെ വന്നു ചേർന്നത് എനിക്കൊരു അനുഗ്രഹമായി തീരണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഞാൻ ഇന്ന് വരെ തിരിച്ചറിയണമെന്ന് വളരെ ആവേശത്തോടെ പ്രാർത്ഥിക്കാം. വളരെ ആവശ്യത്തോടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ നടുവിൽ പകരണമേ. കർത്താവേ, ലോകത്തിൽ മനുഷ്യൻ പല രീതികളിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ചിലവഴിക്കുന്ന ഈ സെക്കൻഡുകൾ ഏറ്റവും വിലപ്പെട്ടതായി തീരുക. ആരോഗ്യമുള്ള ഒരാത്മീക ജീവിതത്തിന് ഞങ്ങൾ ഉടമകളായി തീരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലം സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെ ഓർക്കുന്നു. മറ്റ് ദൈവഭക്തന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം ആദരിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് പരിശുദ്ധാത്മാവും കൃപാവരങ്ങളും എന്ന സബ്ജക്റ്റാണ്. വേദപുസ്തകത്തിൽ വർഷങ്ങളായി തത്വചിന്തകന്മാരുടെ ഇടയിൽ തർക്കവിഷയമായി നിൽക്കുന്ന ചില സബ്ജക്റ്റുകളുണ്ട്. അതിലൊന്ന് ദൈവത്തിൻ്റെ തൃത്വത്തെക്കുറിച്ചാണ്. ഇന്നും അതിനെക്കുറിച്ചുള്ള വാദഗതികൾ മാറിയിട്ടില്ല. രണ്ടാമത്തെ വിഷയമാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്ന പരിശുദ്ധാത്മാവ് എന്ന വിഷയം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. സ്തോത്രം. എന്നാൽ നമ്മൾ മൂന്നാമത്തെ വിഷയം നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ചും വലിയ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാലാമത് ദൈവനിശ്വാസ്യത എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് വേദചിന്തകന്മാരുടെ ഇടയിൽ പൂർണ്ണമായി ഒരഭിപ്രായത്തിൽ ഒരാൾക്കും എത്തിച്ചേരാൻ കഴിയാത്ത 4 പ്രധാനപ്പെട്ട തർക്ക വിഷയങ്ങളാണ്. എന്നാൽ അതിൽ നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. സത്യത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ തത്വചിന്തകന്മാരോ ഗ്രന്ഥകാരന്മാരോ എന്തു പറഞ്ഞു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കുന്നത്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, തിരുവെടുത്തു പറയും പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അപ്പം നദി എങ്ങനെ ഒഴുകുന്നു എന്നുള്ളതല്ല വിഷയം, അത് തിരുവെടുത്തു പറയുന്നത് പോലെയാണോ ഒഴുകുന്നത്. ഇന്ന് പുതിയ ജനറേഷൻ്റെ കാലഘട്ടത്തിൽ ഒത്തിരി നദി ഒഴുകുന്നുണ്ട്. അത് പല രീതിയിലാണ് ഒഴുകുന്നത്. അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കാൻ പോകുന്നത് ഒഴുകുന്ന നദിയുടെ ഒഴുക്ക് തിരുവെടുത്തു പറയുന്ന പോലെയാണോ എന്ന് ഒന്ന് ആധികാരികമായി പരിശോധിക്കാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. നമുക്ക് പതുക്കെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു ഭാഗം 9-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 15-ാമത്തെ വാക്യം. പൗലോസ് പറയുകയാണ്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന്. ആ വാക്യം ഒന്ന് പരിശോധിച്ചാൽ പറഞ്ഞു തീരാൻ കഴിയാത്ത 2 ദാനങ്ങളാണ് പ്രധാനമായും ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതിലൊന്നാമത്തെ ദാനം നമുക്ക് പിതാവ് കാൽവറിയിൽ ഏൽപ്പിച്ചു കൊടുത്ത
പുത്രനായ ക്രിസ്തുവാണ്. ആ ദാനത്തെ നമുക്ക് എത്ര അളന്നാലും അളക്കാൻ കഴിയത്തില്ല. കാര്യം അളവില്ലാത്ത ദാനമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ഞാൻ സാധാരണയായി പറയാറുണ്ട്, മാനവകുലത്തിന് പ്രധാനമായും 2 ആവശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊന്നാമത്തെ ആവശ്യമായിരുന്നു പാപക്ഷമ കിട്ടുക എന്നുള്ളത്. പാപക്ഷമ എന്ന വിഷയത്തിന് പരിഹാരമായിട്ടാണ് പിതാവ് നൽകിയ ഒന്നാമത്തെ ദാനമായിരുന്നു എന്ത്? യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ യോഗങ്ങളിൽ നമ്മൾ സങ്കീർത്തന പ്രബോധനത്തിന് ശേഷമൊക്കെ പലയിടത്തും ദൈവം കഴിഞ്ഞ ആഴ്ചക്കാലം നടത്തിയതിനൊക്കെ സ്തോത്രം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടി പിതാവ് പുത്രനെ നൽകിയതോർത്ത് ഹൃദയം നിറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം പറഞ്ഞു തീരാത്ത ദാനമാണത്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പുത്രനെ കാൽവറിയിൽ പിതാവ് തന്നതോടുകൂടെ നമുക്ക് രക്ഷ കിട്ടി. പക്ഷെ രക്ഷ കിട്ടിയെങ്കിലും മനസാക്ഷി ഉണർന്നു, ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ കാൽവറിയിൽ പിതാവിന് പുത്രനെ തകർക്കാൻ ഇഷ്ടം തോന്നിയപ്പോൾ നമ്മുടെ രക്ഷ പുനഃസ്ഥാപിക്കപ്പെട്ടു, ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം കിട്ടി. പക്ഷെ ആ ബന്ധം കിട്ടിയ അന്ന് മുതൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മനുഷ്യൻ. ഇന്നും നമ്മൾ കണ്ടുവരുന്നതാണ്. പക്ഷേ രക്ഷയിൽ കൂടെ ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടത് ശരിയാണ്. പക്ഷേ എത്ര ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ നമ്മുടെ അകത്ത് കിടക്കുക. അതുകൊണ്ടാണ് ഞാൻ 2 ദാനം ദൈവം എന്ന് പറയാൻ കാര്യം. കാരണം ഒന്നാമത്തെ ദാനം പാപക്ഷമയ്ക്കുള്ള യേശുക്രിസ്തുവാണ്. ആ ദാനത്തിൽ കൂടെ നമുക്കെല്ലാം പൂർണ്ണമാകുന്നില്ല. കാരണം ആ ദാനം കിട്ടിയത് കൂടെ രക്ഷ കിട്ടി, നമ്മുടെ മനസാക്ഷി ദൈവമായൊരു ബന്ധത്തിലേക്ക് വന്നു. പക്ഷേ ആ മനസാക്ഷി ഉണർന്നു കഴിഞ്ഞ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. നടക്കാത്തതിൻ്റെ കാരണങ്ങൾ വളരെ വ്യക്തമായി പൗലോസ്ലീഹ രേഖപ്പെടുത്തി. നമുക്ക് പരിശോധിച്ച് പോകാം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞ ചില പദങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 8-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാം. 2-ാമത്തെ വാക്യം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പം ആ വാക്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. ഒരു മനുഷ്യന്റെ അകത്ത് 2 പ്രമാണങ്ങൾ കിടക്കുക. 2 പ്രമാണം. ഒന്ന് പാപത്തിൻ്റെ പ്രമാണം, 2 മരണത്തിൻ്റെ പ്രമാണം. നിങ്ങൾക്കറിയാം, ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തുവിൻ്റെ സന്ദർശനം നിമിത്തം രക്ഷയിലേക്ക് തിരിഞ്ഞ ലോകചരിത്രത്തിലെ 2ാമത്തെ മിഷണറി എന്നറിയപ്പെടുന്ന പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, ഞാൻ വല്ലാതെ അസ്വസ്ഥനാണ് ഈ ദിവസങ്ങളിൽ. എന്തുകൊണ്ടെന്നാൽ 2 പ്രമാണം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രമാണമാണ് പാപത്തിൻ്റെ പ്രമാണം, 2ാമത്തെ പ്രമാണമാണ് മരണത്തിൻ്റെ പ്രമാണം. അപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നു. പാപക്ഷമയ്ക്ക് ഒന്നാമത്തെ ദാനമായ ക്രിസ്തുവിനെ കാൽവറി തന്നതുകൊണ്ട് രക്ഷ കിട്ടി, മനസാക്ഷി ഉണർന്നു, ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. പക്ഷേ വീണ്ടും ഈ മനുഷ്യൻ്റെ അകത്ത് നിന്ന് അഴിഞ്ഞു മാറാത്ത 2 പ്രമാണം കിടക്കുകയാണ്. ആ പ്രമാണമാണ് പാപത്തിൻ്റെ പ്രമാണവും, ഒന്ന് മരണത്തിൻ്റെ. അതൊന്നുകൂടെ ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ 7-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്ക് പരിശോധിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 7-ന്റെ 14. ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ. പൗലോസ് പറയാണ് ന്യായപ്രമാണം എന്താണ്. നമ്മൾ പലരും ന്യായപ്രമാണത്തെ ഇപ്പൊ വേണ്ട എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഞാനതിലേക്കൊന്നും വരുന്നില്ല. ന്യായപ്രമാണം എന്താ? ആത്മീകമാണ്. അടുത്തത് ഞാനോ ജഡമയം. അയ്യോ, ഞാനെന്താ? റോമർക്ക് ലേഖനം എഴുതുമ്പോഴാണ് താൻ രക്ഷിക്കപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞ് പൗലോസ് പറയുകയാണ് ഞാനോ എന്താ? ജഡമയം. അല്ലോ, നോക്കണം. എനിക്ക് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് രക്ഷയൊക്കെ കിട്ടി. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം നിമിത്തം ഞാൻ പിടിക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ പ്രമാണം നിമിത്തം ഞാൻ ജഡമയന എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്ത് ജഡത്തിൻ്റെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അടുത്ത വാക്യം പൗലോസ് പറയുന്നു, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. മതി. പാപത്തിന് ദാസനായി ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? വിൽക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതിനപ്പുറത്തൊരു ക്ലാരിഫിക്കേഷൻ വേണ്ട. സ്തോത്രം. എന്തുകൊണ്ടാണ് 2ാമത്തെ ദാനം
നമുക്ക് പിതാവ് തന്നതെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് നമ്മൾ പോകുന്നത്. യേശു ക്രിസ്തുവിൽ കൂടെ എല്ലാം നിവർത്തിക്കപ്പെട്ടോ അതോ വീണ്ടും എന്തുകൊണ്ട് രണ്ടാമത്തെ ദാനത്തിലേക്ക് വന്നു? അപ്പം പൗലോസ് പറയുന്നു, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം എന്നിൽ കിടക്കുന്നു, എൻ്റെ അകത്ത് ജഡമയത്വം കിടക്കുന്നു, തീർന്നില്ല, ഞാൻ പാപത്തിൻ്റെ ദാസനായി എത്തിയിരിക്കുന്നു, വിൽക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി പൗലോസിൻ്റെ ഒരു വിലാപമാണ് അതിൻ്റെ 24-ാമത്തെ വാക്യം, 7:24 പൗലോസ് വിലപിക്കുക. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ആണോ? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്, അതായത് ഞാൻ പറഞ്ഞത് മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണം. അതിനകത്ത് പൗലോസ് പറയുകയാണ്, മരണത്തിന് അധീനമായിരിക്കുന്ന ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. പൗലോസിനെ പോലൊരു മനുഷ്യൻ വിലപിച്ചുകൊണ്ട് ചോദിക്കുക, ഞാൻ രക്ഷിക്കപ്പെട്ടു, പക്ഷേ വർഷങ്ങളായിട്ടും ആ ജഡമയത്വം വേണ്ട രീതിയിൽ എന്നിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഇതിനേറെ പറയുന്നത് രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, പ്രസന്റിലി നമ്മൾ ഒന്ന് സ്വയം പരിശോധന ചെയ്താൽ മൊത്തം മാറിപ്പോയതൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം പൗലോസ് പറയുക, ഞാൻ രക്ഷിക്കപ്പെട്ടു വർഷങ്ങളായി, പക്ഷേ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. അത് നിമിത്തം ഞാൻ പാപത്തിൻ്റെ ദാസനായി വിൽക്കപ്പെട്ടും പോയി. എന്നിട്ട് പൗലോസ് വേദനയോടെ വിലപിക്കുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാ, മരണത്തിന് അധീനമായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. സ്തോത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി, യേശുക്രിസ്തുവിനെ കാൽവറിയിൽ പിതാവ് കൊടുത്തതുകൊണ്ട് രക്ഷ കിട്ടിയെങ്കിലും അത് പിന്നെ രണ്ടാമത്തെ ദാനമായിട്ട് അത് പരിശുദ്ധാത്മാവെന്ന അത് അളക്കാൻ കഴിയാത്ത ദാനത്തെ മാളികമുറിയിലേക്ക് പിതാവ് അയക്കാനുള്ള കാരണം, അത് നീ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിന്നെ പിടിമുറുക്കിയിരിക്കുന്ന പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൻ്റെ കെട്ട് നിന്റെ അകത്ത് അഴിയണമെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങണം. അവർക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. അതുകൂടെ നമുക്ക് അത് കറക്റ്റാണോ നമ്മോടൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്നോടൊന്ന് വായിച്ചേ. പൗലോസ് പറഞ്ഞത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. നോക്ക്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. രണ്ട് പ്രമാണത്തിന്റെ കെട്ടുപൊട്ടിക്കാൻ മൂന്നാമതൊരു പ്രമാണം ഇറങ്ങി. ആ പ്രമാണത്തിന്റെ പേരാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലുമൊക്കെ ജഡമയത്വത്തിന്റെ ചിന്തകൾ നിന്നെ ആത്മീക മേഖലയിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നെങ്കിൽ ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് നിന്റെ അകത്തേക്ക് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഇരച്ചു കയറുമ്പോൾ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം ഇവിടെ പൊട്ടിമാറാൻ പോവുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കാൻ തയ്യാറാണ്? അപ്പോൾ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന്റെ കെട്ടഴിപ്പാൻ ഒരുവൻ മാളിക മുറിയിലേക്ക് ഇറങ്ങി വന്നു. അവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, സ്തോത്രം, യേശുക്രിസ്തു തന്റെ ഐഹിക ശുശ്രൂഷയിൽ താൻ ഇവിടെ ആയിരുന്നപ്പോൾ, തന്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാനിവിടെ നിന്ന് പോവുക. പക്ഷേ ശിഷ്യന്മാർക്ക് യേശു ഇവിടുന്ന് പോകുന്ന വലിയ താല്പര്യമൊന്നും അല്ലായിരുന്നു. ഉടനെ യേശു ഇവിടെ ഉള്ള ഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്കേറെ പ്രയോജനം. കാരണം ഞാൻ പോയാൽ മാത്രമേ ആ സത്യത്തിൻ്റെ ആത്മാവ്, ഒരു കാര്യസ്ഥനെ ഞാൻ അയക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണം. എന്നിട്ട് യേശു ഇവരുടെ മനസ്സിൻ്റെ ചഞ്ചലം കണ്ടിട്ട് പദം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. നിങ്ങൾ നോക്കിക്കേ, ഇത് പറഞ്ഞു യേശു കാൽവറിയിൽ മരിച്ചു. 10 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്തിൻ്റെ ദിവസത്തിൽ മാളികമുറിയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാണ്. മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണം തകർക്കാൻ മാത്രമല്ല, യേശു പറഞ്ഞ വാക്കിനെ ഒന്ന് നിവർത്തിക്കാൻ. എന്താ യേശു പറഞ്ഞു? ഞാൻ നിങ്ങളെ ഒരു നാളും, നിങ്ങൾ നോക്കിക്കേ, ഈ ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്ന വാക്ക് നമ്മൾ പഠിച്ചാൽ, ശ്രീബുദ്ധൻ മരിക്കുന്ന സമയത്ത് ശ്രീബുദ്ധൻ്റെ അനുയായികൾ അടുത്തുനിന്ന് ചോദിച്ചു, ഗുരോ ഞങ്ങൾ അനാഥരായി പോവാന്നുള്ളൂ. അതുകൊണ്ട് ഉള്ളി പറഞ്ഞ പദം, നിങ്ങളിനി സ്വയം ജീവന്റെ പ്രകാശമായി കത്തി തുടങ്ങാൻ. അപ്പം ഇവിടെ ഓരോ ഗുരുക്കന്മാരും മരിക്കുമ്പോൾ അവരുടെ ശിഷ്യന്മാർ എന്തായി തീരുക?
അനാഥരായിട്ടില്ല. പക്ഷെ യേശു പറഞ്ഞത്, ഞാൻ ഇവിടുന്ന് പോയാലും നിങ്ങൾ അനാഥർ ആകത്തില്ല. അതിൻ്റെ നിവൃത്തിയാണ് മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് വരികയാണ്. നോക്കണം, യഹൂദനെ ഭയന്ന് യേശുവിൻ്റെ മരണത്തിൽ ഒരു സാമ്രാജ്യത്വത്തെയും ഒരു മതത്തെയും പേടിച്ച് മാളികമുറിക്കകത്ത് പതുങ്ങിയിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ അവിടെ അനാഥത്വത്തെ മാറ്റിക്കളയാൻ യേശുവിൻ്റെ വാക്കിൻ്റെ പ്രവചന നിവൃത്തിയായി ഒരുവനവിടെ ഇറങ്ങി വരികയാണ്. അവനാണ് പരിശുദ്ധാത്മാവ്. ഒന്നുകൂടെ പറയാം, ദൈവിക തൃത്വം പഠിക്കുമ്പോൾ, അത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ ഏകത്വം പഠിക്കുമ്പോൾ യേശു ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെയാണ് യേശു പറഞ്ഞത്, അക്ഷരികയില്ലേ, ഞാൻ നിങ്ങളെ ഒരു നാൾ ബന്ധിയത്തില്ല. അനാഥരുടെ ഹൃദയം വന്നു, 10 ദിവസം കഴിഞ്ഞു. അത് ഉയർപ്പിന് ശേഷം, സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസം കഴിഞ്ഞു. അനാഥരായി വിടുകയിൽ എന്ന് പറഞ്ഞവൻ മറ്റൊരു രൂപത്തിൽ അവിടെ നടുവിൽ കാര്യസ്ഥനായി ഇറങ്ങി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ 2 കാര്യങ്ങൾ നടക്കുന്നു. നിന്റെ അനാഥത്വം എന്നേക്കുമായി മാറും. നീ എവിടെങ്കിലും അനാഥമായി തീർന്നിട്ടുണ്ടെങ്കിൽ ആ മേഖലയുടെ മേൽ ഒരു ജയം കൽപ്പിക്കപ്പെടും. രണ്ടാമത്തെ വിഷയമാണ്, പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വരുമ്പോൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണങ്ങൾ എന്ത് ചെയ്യുകയാണ്? പൊട്ടിമാറ്റപ്പെടുകയാണ്. പൊട്ടിമാറ്റപ്പെടുക മാത്രമല്ല, നിന്റെ അകത്ത് മറ്റൊരു പ്രമാണം. ഏത് പ്രമാണം? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ത് ചെയ്യുന്നു? പ്രവേശിക്കുന്നു. അപ്പോൾ മുതൽ ജഡത്തിന്റെ, ഒരു പറഞ്ഞില്ലേ, ജഡമയത്വം എന്ന സ്വഭാവം മാറ്റപ്പെട്ടിട്ട് നിന്റെ അകത്തേക്ക് ദൈവിക സ്വഭാവങ്ങൾ കയറാൻ തുടങ്ങും. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന കാര്യം ഭാഗം നമുക്ക് ശ്രമിച്ചു പോകാം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. എങ്ങനെ? ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പം ദൈവത്തിന്റെ സ്നേഹം ഒരാളുടെ ഹൃദയത്തിൽ വരണമെങ്കിൽ ആര് ചെയ്യണം? പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് പകരാതെ ദൈവസ്നേഹം അകത്ത് വരത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? സുവിശേഷത്തിൽ യേശുക്രിസ്തു ഒരിക്കൽ തൻ്റെ മുമ്പിലിരിക്കുന്ന യഹൂദന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എങ്കിലും ജീവൻ പ്രാപിക്കുവാൻ എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. യേശു പറയുകയാണ്, എങ്കിലും ജീവൻ പ്രാപിക്കുവാൻ എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് എന്തില്ല? മനസ്സില്ല. അപ്പം ജീവൻ പ്രാപിക്കുവാൻ എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുമ്പോൾ യേശു സംസാരിക്കുമ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കൾ എങ്ങനെയുള്ളവരായിരുന്നു? ജീവനില്ലാത്തവരായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എങ്കിലും ജീവൻ പ്രാപിപ്പാൻ എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് എന്തില്ല? മനസ്സില്ല. അപ്പൊ യേശുവിന്റെ മുമ്പിൽ ഇരുന്ന് എങ്ങനെയുള്ള ആളുകളാണ്? ജീവനില്ലാത്ത ആളുകളാണ്. എങ്ങനെ ഇവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്? അത് എഫേസ്യ ലേഖനം പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന, അപ്പൊ നോക്കണം, അതിക്രമവും പാപവും നിമിത്തം അതേ പുറത്തെ ഭൗതിക ശരീരത്തിന് ജീവനുണ്ട്, പക്ഷേ അവരുടെ അകത്തെ ആത്മാവിനും അകത്തെ മനുഷ്യന്റെയും ജീവൻ നഷ്ടപ്പെട്ടു. ഒന്നുകൂടെ പറഞ്ഞാൽ ആത്മീക മരണം പ്രാപിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ അത് ആത്മീക മരണം പ്രാപിച്ച് ചത്തിരിക്കുക, അതിന്റെ ആത്മീക മരണം പ്രാപിച്ച് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുക. പക്ഷെ യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നത് എന്തിനാ? സമൃദ്ധിയായ എന്റെ ജീവൻ പകരാനാ. അങ്ങനെയെങ്കിൽ നോക്ക്, സമൃദ്ധിയായ ജീവൻ പകരാൻ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ടും നിങ്ങൾ ജീവൻ പ്രാപിക്കുവാൻ എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ലാതിരിക്കുന്നു. അപ്പോൾ എന്താ? യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല. അപ്പോൾ ശരിയാണ്, ഇന്ന് അത് പിന്നെ പലവിധമായ ട്രാക്റ്റുകളുണ്ട്, ചാനലിൽ കൂടെ പ്രസംഗത്തിൻ്റെ ബഹളമാണ്, കൺവെൻഷനുകൾക്ക് ഒരു കുറവുമില്ല. എന്നിട്ടും അത് സ്നാനപ്പെട്ടിട്ടും അത് സഭകളിൽ, അത് അവരുടെ സഭകളിൽ തന്നെ തിരിച്ചു പോകുന്ന എത്രയോ പാരമ്പര്യ ആളുകളുണ്ട്. അവർ ഇഷ്ടംപോലെ ന്യൂസുകൾ കേൾക്കുന്നു, ഇഷ്ടംപോലെ വചനം കേൾക്കുന്നു. പക്ഷേ യഥാർത്ഥമായി ഇതെല്ലാം കേൾക്കുന്നെങ്കിലും ജീവൻ പ്രാപിക്കാൻ യേശുവിൻ്റെ അടുക്കലൊക്കെ എല്ലാം വിട്ടുവരാൻ അവർക്ക് എന്തില്ല? മനസ്സില്ല. സംഗതിയൊക്കെ ശരിയാണ്, ജ്ഞാനപ്പെട്ടിട്ടൊക്കെയാണ് നിൽക്കുന്നത്, പക്ഷേ അവിടെ തന്നെയാണ് പോകുന്നത്. കൂട്ടായ്മയില്ല, തിരുവത്താഴൊന്നുമില്ല, അപ്പുറത്ത് തന്നെ നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ജീവൻ പ്രാപിപ്പാൻ, അത് ആത്മീക മരണത്തിൽ കിടക്കുക ഇപ്പോഴും, പക്ഷെ ജീവൻ പ്രാപിപ്പാൻ ഈ യേശുവിൻ്റെ അടുക്കൽ വരാൻ അവർക്ക് മനസ്സില്ല.
മനസ്സില്ലാത്തൊരു കാര്യം അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഇല്ല. അതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹമില്ലായ്മയാണ് നിങ്ങൾക്ക് യേശുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കാൻ കഴിയാത്തത്. എന്താ ഈ ദൈവസ്നേഹം? ദൈവസ്നേഹമില്ലായ്മ എന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ, നിന്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ് കാൽവറിയുടെ കുലമരത്തിൽ രണ്ട് തസ്കരന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ നസ്രായൻ തകർക്കപ്പെട്ടത് എൻ്റെ പാപത്തിനു വേണ്ടിയാണ് എന്ന് നീ ചിന്തിക്കുമ്പോൾ ആ ക്രൂശിനോടുള്ള സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയും അത് നിമിത്തം നീ യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. അതാണ് അവൾ ക്രൂശിന്റെ സ്നേഹമാണ് ഒറിജിനലായിട്ടുള്ള ദൈവസ്നേഹം. ഇവിടെ റോമർക്കെഴുതിയ ലേഖനം 5:5 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹം എന്ത് ചെയ്യണം? പകരണം. അപ്പം ദൈവസ്നേഹം പരിശുദ്ധാത്മാവ് പകരാൻ തുടങ്ങുമ്പോൾ മുതലാണ് നിന്റെ അകത്തുനിന്ന് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം പൊട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അജുമാൻ്റെ അടുത്തൊരു ബൈബിൾ ക്ലാസ്സിന് എടുക്കുമ്പോൾ ചോദ്യോത്തരവേളയിൽ ഒരു സഹോദരൻ എഴുന്നേറ്റ് എന്നോടൊരു ചോദ്യം ചോദിച്ചു. സ്വന്തം ഞാൻ എടുത്ത ടോപ്പിക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചോദ്യമായിട്ടും പുള്ളി എന്നെ കുരുക്കാൻ ചോദിച്ചൊരു ചോദ്യം പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. ആ ചോദ്യം അദ്ദേഹം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ചില ആളുകൾ തെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പാപം ചെയ്യുന്നു, പക്ഷേ അവരെ പെട്ടെന്ന് ദൈവം അടിച്ചിരുന്നെങ്കിൽ അടുത്ത ആളുകൾക്കും അതൊരു വാണിംഗായി തീർന്നേനെ എന്ന് പറഞ്ഞാൽ അവരെ പെട്ടെന്ന് ദൈവം ശിക്ഷിക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്കും പാപം ചെയ്യാതിരിക്കാൻ ഒരു ഭയവും ഒരു പേടിയൊക്കെ ഉണ്ടാകും. എന്നിട്ട് അവൻ പറഞ്ഞത്, ഇവിടെ ഇന്ന് തെറ്റ് ചെയ്യുന്നവർക്കൊന്നും ഒരണിയും നീന്നില്ല, ഉണ്ടാകുന്നില്ല. ഭാഷ കുത്തിരി പിടിച്ചവനും സമയപോലെ ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കുഴപ്പമില്ല. അവൻ്റെ മക്കൾ അമേരിക്കയിലും ന്യൂസിലൻഡിലും UK എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ആളുകൾ കാണുന്ന രക്ഷപ്പെടാനുള്ള മാർഗ്ഗം ഇപ്പം കുത്തിരി പിടിച്ചാൽ മതിയെന്നാണ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷ നടപ്പാക്കുന്നില്ല. എന്താ ഇതിൻ്റെ കാരണം എന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് അതിൻ്റെ മറുപടി പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അകത്തെ മനുഷ്യനിൽ ദൈവം പകരുന്ന ചില സ്വഭാവങ്ങളുമുണ്ട്, ദൈവം ഒരിക്കലും പകരാത്ത ചില സ്വഭാവങ്ങളുമുണ്ട്. ദൈവം പകരുന്ന സ്വഭാവമാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. ഇതിന് ആത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? അപ്പം ജീവന്റെ പ്രമാണം അകത്ത് വരുമ്പോൾ നിന്റെ അകത്തോട്ട് കയറുന്ന മൊത്തം ആത്മാവിൻ്റെ ഫലമാണ്. അപ്പം ആത്മാവിൻ്റെ ഫലം ദൈവത്തിൻ്റെ സ്വഭാവങ്ങളാണ്. ആ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ ചിലതൊക്കെ ദൈവം നിന്റെ അകത്ത് എന്ത് ചെയ്യും? പകരും. എന്നാൽ ദൈവം ഒരിക്കലും മനുഷ്യന്റെ അകത്ത് പകരാത്ത 4 കൂട്ടം സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ സർവശക്തി. 2, അവൻ്റെ സർവ്വജ്ഞാനത്വം. 3, അവൻ്റെ സർവ്വവ്യാപത്വം. 4, മാറ്റമില്ലായ്മ. ഈ 4 അവസ്ഥകൾ ദൈവം ഒരു മനുഷ്യന്റെ അകത്ത് എന്ത് ചെയ്യത്തില്ല? പകരത്തില്ല. ഇന്ന് വരെ പകരത്തുമില്ല. എന്നാൽ ദൈവം പകരുന്ന കാര്യങ്ങളാണ് സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും. എന്നാൽ ദൈവം പകരും. സർവശക്തി, സർവ്വജ്ഞാനത്വം, സർവ്വവ്യാപത്വം, മാറ്റമില്ലായ്മ ഇത് ദൈവം പകരത്തില്ല. സംഭവിക്കുന്ന വിഷയം, ഇപ്പം ഇവിടുത്തെ പാസ്റ്റും ഞാനും തമ്മിലുള്ള ചെറിയ വിഷയത്തിൽ ഒന്ന് തെറ്റി. ദൈവം തമ്മിലാ നോക്കും. ഞാൻ ആ ദൈവദാസനുമായി സംസാരിച്ച് നിരക്ക് പ്രാപിച്ചോ, അല്ലെങ്കിൽ ഞാൻ ആ തെറ്റ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചോ, അല്ലെങ്കിൽ ഞാൻ പ്രായത്തിൽ വരുത്തിയോ, ദൈവം നോക്കി. 1 മാസമായിട്ട് എനിക്ക് ഒരു കുറ്റവുമില്ല. അവിടെ ദൈവം ചെയ്യുന്ന കാര്യം, എൻ്റെ അകത്ത് ദൈവം പകർന്ന ദൈവത്തിൻ്റെ സ്വഭാവങ്ങളിൽ ഒന്നായ സ്നേഹം ദൈവം പതുക്കെ എൻ്റെ അകത്ത് ഒന്ന് എടുത്ത് ചെയ്യുക, മാറ്റും. അല്ലെങ്കിൽ നിന്റെ അകത്തെ സ്നേഹത്തിൻ്റെ അറ ദൈവം അത് കൂട്ടും. പിന്നെ ആയുസ് നിന്റെ അകത്തൊന്നും എന്ത് വരത്തില്ല? സ്നേഹമില്ല. ചില പറഞ്ഞില്ല, ഒരു ദൈവ സ്നേഹമില്ലാത്ത ഓരനാണ് എന്ന് വേറെ കാര്യം. നിന്റെ അകത്തുനിന്ന് തമ്പുരാൻ അത് കൂട്ടി. കാരണം നീ എവിടെയോ മടങ്ങി വരാൻ കിടക്കുക. സ്വത്രം. അപ്പം 2 മാസമായി ദൈവം നോക്കിയിട്ട് ആ വിഷയത്തിൽ ഞാനൊരു ക്രമീകരണം വരുത്തുന്നില്ല. ദൈവം വേണ്ടിയില്ല, അറിഞ്ഞില്ല, ഒരു പ്രവാചകം തൂന്ന് പറഞ്ഞില്ല. ദൈവം അതൊക്കെ എൻ്റെ അകത്തുനിന്ന് ദീർഘക്ഷമ എന്ന അറയങ്ങ് അടച്ചു. പിന്നെ ആയുസിൽ എൻ്റെ അകത്തുനിന്ന് വരത്തില്ല ദീർഘക്ഷമ. ഒന്ന് പറഞ്ഞ് 2ാമത്തേന് ഉള്ളിൽ കോപിക്കും, ആടി വീട് കഴിയും. കാര്യം നിന്റെ അകത്തെ അറ കൂട്ടിപ്പോയി. അപ്പം ചുരുക്കം പറഞ്ഞാൽ, നീ മടങ്ങി വരാനും പശ്ചാത്തപിക്കാനും ക്രമീകരിക്കപ്പെടാനും താമസിക്കും തോറും അകത്തു ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിന്റെ ഹൃദയത്തിൽ ദൈവം പകർന്നിരിക്കുന്ന ഓരോ സ്വഭാവങ്ങൾ ദൈവം എന്ത് ചെയ്യാൻ തുടങ്ങും? പൂട്ടിക്കൊണ്ടിരിക്കും. ഓരോ ദൈവം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. അവസാനം നീ എങ്ങനാകും? ഫറവോനെ പോലെ എങ്ങനാകും? കഠിന മനുഷ്യൻ. എങ്ങനെ തീരും? മനുഷ്യൻ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നിങ്ങൾ നോക്കി, 430 വർഷം ഇസ്രായേൽ ജനത്തെ അതേ ഫറവോൻ ബന്ധിച്ചപ്പോൾ തന്നെ വേണമെങ്കിൽ ദൈവത്തിന് ഫറവോൻ അടിക്കത്തില്ലായിരുന്നു.
അടിക്കാമായിരുന്നു. പറവൻ കിടക്കുന്ന ബെഡ്റൂമിലായിട്ടൊരു കൊതുകിനെ പറഞ്ഞു വിട്ടാൽ മതി, എന്നാൽ അപ്പോഴേ പറവന്റെ കാര്യത്തിൽ തീരുമാനമായി. പക്ഷെ ദൈവം എന്തുകൊണ്ടാണ് ഫറവോനെ അന്നേരം പഠിക്കാതെ 430 വർഷം വരെ വിട്ടുകൊടുത്തു? ശിക്ഷയില് തീർന്നില്ല. ചെങ്കടൽ വരെ ദൈവം ഫറവോനെ അടിച്ചില്ല. എന്തുകൊണ്ട് അടിക്കാഞ്ഞത്? നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവമുണ്ട്, സാത്താന് മാക്സിമം സമയം വിട്ടുകൊടുക്കും നമ്മുടെ ദൈവം. മനസ്സിലായില്ലേ? 1000 ആണ്ട് വാഴ്ചക്കാലം വരെ പിശാചിന് വിട്ടുകൊടുത്തിരിക്കുക. ഒന്നുകൂടെ ഇറങ്ങി പറയാം, നമ്മുടെ സ്വഭാവവും നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം തമ്മിൽ ഒരു ബന്ധമില്ല. മിനിയാന്ന് ഞാനൊരു യോഗത്തിന് അതൊക്കെ ഒരു സഹോദരൻ പറഞ്ഞു, എൻ്റെ വാസയിലെ ഓഫീസിൽ ഞങ്ങളുടെ ബോസ് ഇപ്പോഴത്തെ ഭയങ്കര പ്രശ്നമാണ്. അടുത്ത നടപടി പുള്ളി എനിക്കെതിരെ എടുക്കുന്നതിന് മുമ്പ് പാസ്റ്റർ പ്രാർത്ഥിച്ച് അവനെ ബ്ലോക്ക് ചെയ്യാൻ. അപ്പം ഞാൻ വീണ്ടും ചിന്തിച്ചു, ദൈവവും ഇവരുടെ ഒരു ബന്ധമില്ലല്ലോ. കാര്യം ദൈവത്തിന്റെ സ്വഭാവം എന്താ? ദൈവം മാക്സിമം സാത്താൻ വിട്ടുകൊടുക്കുക. നീ ചെയ്യ്. ദൈവം ഇങ്ങനെ കൈ കെട്ടി നിൽക്കുക. കാര്യം പിശാച് ശക്തനാണെങ്കിലും ദൈവം സർവശക്തനാണ്. അപ്പോൾ തന്നെ ദൈവം കൈ കെട്ടി നിൽക്കുക, നീ എവിടെ വരെ പ്രവർത്തിക്കും? ചെയ്തോ. കാര്യം ദൈവത്തിനൊരു സമയമുണ്ട് ഇവരുടെ അടിക്കാൻ. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, പിശാചിന് കെട്ടാൻ സമയമുണ്ടെങ്കിൽ ദൈവത്തിന് അടിക്കാനും സമയമുണ്ട്. പിശാചിന് വാതിൽ അടയ്ക്കാൻ സമയമുണ്ടെങ്കിൽ ദൈവത്തിന് തുറക്കാനും സമയമുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇവനെ ദൈവം ചെങ്കടൽ വരെ ദൈവം ക്ഷണിച്ചു. ഈ സാധാരണ മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, മാനസാന്തരം 3 ഉണ്ട്. ഒന്ന് സാധാരണ മാനസാന്തരമുണ്ട്, അത് നമ്മുടെ ഇടയിലൊക്കെ ചില ഈയിടെ ഒരു യോഗത്തിന് ചെന്നപ്പോൾ ഒരമ്മ എഴുതിട്ട് പൊട്ടിക്കരഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞു. അപ്പം ഒരു വാക്ക് പറയും, പിന്നെ ഏങ്ങലടി, പിന്നെ ഒരു വാക്ക് പറയും, പിന്നെ ഏങ്ങലടി. അപ്പോൾ ഞാൻ ഭയങ്കര വിഷമത്തോടെ തോന്നി, കർത്താവേ അമ്മച്ചിക്ക് വേണ്ടി പ്രവർത്തിക്കണേ, മനസ്സിൽ നിന്ന് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ പാഷനെ തൊട്ടി ഇങ്ങനെ തട്ടിട്ട് ചിരിച്ചോണ്ട് പറയാം. അത് സാധാരണമാണ് എന്ന് പറഞ്ഞാൽ ആ സാധ്യമായിട്ട് വരുന്നുണ്ട് ഒരു അയച്ചൊന്നും അതിനകത്തൊരു കഥയൊന്നും ഇല്ലെന്ന് ഇമ്മാന്ന് പറയുക. അതിലായില്ലേ? അത് സാധാരണ മാനസാന്തരം. രണ്ടാമത്തെ മാനസാന്തരമാണ് താൽക്കാലിക മാനസാന്തരം. താൽക്കാലിക മാനസാന്തരത്തിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫറവോൻ. പേൻ വന്നപ്പോൾ പുള്ളി മാനസാന്തരപ്പെട്ടു, പേൻ പോയപ്പോൾ മാനസാന്തരം പോയി. തവള വന്നപ്പോൾ പുള്ളി മാനസാന്തരപ്പെട്ടു, തവള പോയപ്പോൾ എന്തും പോയി. ചില ആളുകളില്ലേ, വിസ എക്സ്പയർ ആകാൻ സമയമാകുമ്പോൾ എന്തൊരു മാനസാന്തരം വന്നല്ലോ. ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര ഉപവാസം, പ്രവാചകന്മാരെ വിളിക്ക് ദൂത് കേൾക്കും. ദൈവം മരമണ്ടനല്ലെന്ന് ഓർത്തോണം. വേറെ ആരുടെയും ക്യാൻസർ ആയില്ലെങ്കിൽ നിന്നെ ക്യാൻസർ ആക്കും. കാര്യം ദൈവം പൊട്ടനല്ലോ. സ്വത്രം. അപ്പോൾ നോക്കണം, ചില ആളുകളുടെ റിസൾട്ട് അറിയാൻ സമയമാകുമ്പോൾ ഭയങ്കര മാനസാന്തരമാണ്. ഭയങ്കര. അപ്പം ഇത് താൽക്കാലിക മാനസാന്തരമാണ്. ഇനി മൂന്നാമത്തെ മാനസാന്തരം വല്ലപ്പോഴും വരുന്ന മാനസാന്തരമാണ്. ഇതിന് ഞാൻ ഈ വല്ലപ്പോഴും വരുന്ന മാനസാന്തരത്തിന് ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. 2 വ്യക്തികളെ നമുക്ക് പരിശോധിക്കാം. ഒന്ന് രാജു എന്ന് പറയുന്ന ഒരാൾ, 2 തോമസ് എന്ന് പറയുന്ന ഒരാൾ. 2 പേരും ഇവർ 2 പേരും മുഴുക്കുടിയന്മാരായിരുന്നു. 2 പേരും അങ്കൻവാടി മുതൽ അല്ലെങ്കിൽ ചെറിയ LKG മുതൽ ഇവർ ഒരുമിച്ചാണ് പഠിച്ചു വന്നത്. അതുപോലെ തന്നെ 2 പേരും ഷാപ്പിൽ ഒരുമിച്ചാണ് മദ്യപിക്കുന്നത്. അങ്ങനെ ഇരിക്കുക, തലേ രാത്രി 2 പേരും മദ്യപിച്ചിട്ട് 2 പേരുടെ വീടുകളിൽ പോയി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചപ്പോൾ തോമസ് കേൾക്കുന്ന വാർത്ത, ഇന്നലെ രാത്രി തന്നോട് കുടിച്ചിട്ട് പോയ രാജു മരിച്ചു, ഹൃദയാഘാതം മൂലം മരിച്ചു. രാവിലെ കുടിയുടെ കെട്ടൊക്കെ വിട്ടിയപ്പം പുള്ളി വരിക, രാജുവിൻ്റെ വീട്ടിലോട്ട് വരിക. തോമസ് എന്തിനാ? എൻ്റെ കൂട്ടുകാരൻ്റെ ഭൗതിക ശരീരം കാണാൻ വരിക. വരുമ്പം കൂട്ടുകാരനെന്ന അതേ രാജുവിനെ അതേ ആ തിണ്ണയിൽ ഇങ്ങനെ മൂക്കി പഞ്ഞിയൊക്കെ വെച്ച് അതേ കാലൊക്കെ കൂട്ടിക്കിട്ട് നേരെ നിവർത്തി കിടത്തിയിരിക്കുക. ആ രാജുവിൻ്റെ അടുക്കൽ വന്ന് തോമസ് അല്പനേരം നിന്നിട്ട് മനസ്സിൽ പറഞ്ഞു, ഇപ്പോഴാണ് ഇവ നേരെയായത്. ഇപ്പം നേരെയല്ലേ കിടക്കുന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് വലിയ കുഴി വെട്ടിക്കൊണ്ടിരിക്കുക രാജുവിനെ കൂടെ. ആ കുഴിയുടെ അടുത്ത് നിൽക്കുന്നൊരു മരത്തിൽ പോയി ചാരി നിന്നുകൊണ്ട് തോമസ് പറയുക, മനുഷ്യൻ്റെ ആയുസ് ഇത്രയേ ഉള്ളൂ. അത് പുഴുവാണ്, അത് പുല്ലാണ്, അത് പൂവാണ്, അത് വാടിപ്പോവും. ചുരുക്കം പറഞ്ഞാൽ ആ കുഴിവട്ടത്ത് വെച്ച് തോമസ് ഒരു വലിയ തീരുമാനം എടുത്തു. എന്താ തീരുമാനം? ഞാൻ എന്നേക്കുമായി എൻ്റെ കുടി എന്ത് ചെയ്തു? നിർത്തി. 6 മാസം പിന്നെ തോമസ് കുടിച്ചിട്ടേ ഇല്ല. കുറച്ച് കാലം കഴിഞ്ഞു. അതേ തോമസിന് കറിയ എന്ന് പറയുന്ന മറ്റൊരു കൂട്ടുകാരനെ കിട്ടി. മറ്റേ പുള്ളിയുടെ ഓർമ്മയെല്ലാം പോയി. പുള്ളി വീണ്ടും പഴയതുപോലെ എന്ത് ചെയ്തു? കുടി തുടങ്ങി. ഇനി ഈ തോമസ് മാനസാന്തരപ്പെടണമെങ്കിൽ കറിയാൻ മരിക്കണം. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഇത് വരുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? അച്ഛനൊക്കെ കത്തി എന്ന് പറഞ്ഞാൽ ഇത് വല്ലപ്പോഴും വരും. എന്നാൽ ഈ താൽക്കാലിക മാനസാന്തരത്തിൻ്റെ പ്രധാനപ്പെട്ട ആളാണ് ഫറവോൻ. ഫറവോൻ്റെ വീട്ടിൽ തവള കയറി. പുള്ളിയുടെ പരപ്പുറത്തും പിന്നെ ഹോളിലെല്ലാം തവളയാണ്. അപ്പം ഫറവോൻ മാനസാന്തരപ്പെട്ടു. ഫറവോൻ മോശം വിളിച്ചു പറഞ്ഞു, ഉപദേശി ഞാൻ മാനസാന്തരപ്പെട്ടു. ഒറ്റ ദൂത് പോലും പറഞ്ഞില്ല പുള്ളിയോട്. പുള്ളി മാനസാന്തരപ്പെട്ടു. തവള കയറിയപ്പോഴേ മാനസാന്തരപ്പെട്ടു. ഉടനെ മോശം ഒതുക്കുന്ന ചോദ്യം, മാനസാന്തരപ്പെട്ടു? മാനസാന്തരപ്പെട്ടു. മോശം ഒതുക്കുക. എന്നാൽ ഈ തവള എപ്പോൾ പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും? ഈ ഫറവോൻ പറയുക, ഞാനവിടെ പറഞ്ഞത് ഇപ്പോൾ പോകണം. കാരണം തവളെ കൊണ്ട് പുറത്തു വിട്ടിരിക്കുക. ഫറവോൻ പറയുക, നാളെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി മൊത്തം ഞാൻ തവളയുടെ കൂടെ കിടന്നോളാം.
ചില ആളുകളെ കണ്ടാലേ അറിയാം കിടപ്പ് തമിഴ്നാട് കൂടാണ്. നോക്ക്, അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ ഫറവോനെ ഇസ്രായേൽ മക്കളെ ബന്ധിച്ചപ്പോൾ തന്നെ ദൈവം അടിക്കാതെ ചെങ്കടൽ വിട്ടു കൊടുത്തതെന്ന് പറഞ്ഞാൽ, ഈ നിങ്ങൾ വെളിപ്പാട് ദിവസം പഠിക്കുമ്പോൾ അറിയാം, മഹോദരവകാലത്തിൻ്റെ ഏകദേശം 7 വർഷം പൂർത്തീകരിക്കപ്പെടാൻ പോകുന്ന സമയത്താണ് എന്നേക്കുമായി സാത്താനെ സ്വർഗത്തിൽ നിന്ന് വെട്ടിയിടുന്നത്. അതുവരെ പുള്ളിക്ക് പോവുകയും വരികയും ചെയ്യാം, അങ്ങനെ എഴുതിയിരിക്കുക. അപ്പം സ്വർഗത്തിൽ പിശാചിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെ ഇപ്പോഴത്തെ റോള് പ്രതിപക്ഷത്തിൻ്റെ റോളാണ്. മനസ്സിലായി? ഇപ്പം ചെന്നിത്തലയുടെ റോളാണ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമാണ്. അപ്പോൾ ഈ ഇസ്രായേൽ മക്കളെ ബന്ധിച്ചപ്പോൾ തന്നെ ഈ ദൈവം ഇസ്രായേൽ മക്കളെ അത് മിസ്രൈമിൽ ബന്ധിച്ചപ്പോൾ തന്നെ ദൈവത്തിന് വേണമെങ്കിൽ ഫറവോനെ അടിക്കായിരുന്നു. പക്ഷെ അടിച്ചാലൊരു കുഴപ്പമുണ്ട്. ഈ പുള്ളി ഉണ്ടല്ലോ, ഈ സാത്താൻ സ്വർഗത്തിൽ ചെല്ലും. എന്തിനാണെന്നറിയോ? ഫറവോന് വേണ്ടി വാദിക്കാൻ. പുള്ളി ചിലർക്ക് വേണ്ടി വാദിക്കാൻ ചെല്ലും. പുള്ളി എന്നിട്ട് എന്തോ ചോദിക്കുന്നറിയോ? ദൈവമേ, നീ സർവശക്തനല്ലേ? അതെ. നിന്റെ ന്യായവിധികളൊക്കെ നീതി ഉള്ളവയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെ. പക്ഷേ ഈ ഫറവോനെ അടിച്ച വിഷയത്തിൽ മാത്രം നിന്റെ ന്യായവിധി അത്ര നല്ലതല്ലായിരുന്നു. അതെന്താ കാര്യം എന്താണ്? പണ്ട് നിന്റെ മക്കളെ യാക്കോബും 1075 പിള്ളേരും കൂടെ ഇസ്രായേലിൽ വന്ന കാലഘട്ടം ഓർക്കുന്നില്ലേ? അതുകൊണ്ട് അന്ന് അവർക്ക് ഗോശേൻ ദേശം കൊടുത്തതും അവരുടെ രാജ്യത്ത് പാർക്കാൻ നല്ല അവസരങ്ങളും നല്ല സ്ഥലങ്ങളും ആടുപാടുകളും ഒക്കെ കൊടുത്തത് ആരാ? ഈ ഫറവോന്റെ വലിയപ്പന്മാരല്ലേ? അതെ. അപ്പം നിന്റെ മക്കൾക്ക് ഇത്രയൊക്കെ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തയാളല്ലേ ഈ ഫറവോന്റെ കുടുംബം? അതെ. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ആ ഫറവോന്റെ കൊച്ചുമകനൊരു തെറ്റ് പറ്റിയാൽ അവനൊന്ന് മടങ്ങി വരാൻ അല്പസമയം കൊടുത്തു കൂടായിരുന്നോ എന്ന് ദൈവം ചോദിച്ചാൽ, അല്ലെങ്കിൽ സാത്താൻ ചോദിച്ചാൽ ദൈവം പെട്ടുപോകും. എന്താ കാര്യം? സമയം കൊടുത്തില്ല, അതിനൊരു അടി കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് സാത്താന് പോലും നിനക്ക് വേണ്ടി വാദിക്കാൻ കഴിയാത്ത അത്രയും സമയവും അവസരവും നിനക്ക് തന്നിട്ട് കഠിന മനുഷ്യൻ എന്ന അവസ്ഥ നിന്നെ കൊണ്ടുവന്നിട്ട് ദൈവം അടിക്കുകയുള്ളൂ. 2016 നീ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ നിന്നെ 18ലോ 19ലോ 20ലോ അടിക്കണമെന്നൊന്നുമില്ല. 10 കൊല്ലം കഴിഞ്ഞിരിക്കും, പക്ഷെ അടി വന്നിരിക്കും. കാരണം ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് അവിടെ ഒരു ശിക്ഷാവിധി ഇല്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നീ ചെയ്യുന്നതിനെല്ലാം ഇവിടെ ബാലശിക്ഷ ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ എന്ത് ചെയ്യും? കൊയ്യും. അങ്ങനെയാണെങ്കിൽ തിരിച്ചറിയണം, ഒരു തെറ്റ് ചെയ്യുമ്പോൾ അടി കിട്ടുന്നില്ലെങ്കിൽ അടുത്തത് ചെയ്യാനുള്ള ലൈസൻസ് ആക്കി ആരും കരുതരുത്. മറിച്ച് നീ ഓർത്തുകൊള്ളുക, ഒരു സമയം ദൈവം നിനക്ക് മടങ്ങി വരാൻ വെച്ചിരിക്കുകയാണ്. അതിന് മുൻപ് നീ മടങ്ങി വന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തിൻ്റെ അതിർത്തി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി നിന്റെ മേൽ വന്നിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുക. റോമർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവെന്ന തൃത്വത്തിൽ 3-ാമനായ കാര്യസ്ഥൻ ഇറങ്ങി വരുമ്പോൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മുഴുവൻ പ്രമാണങ്ങളും പൊളിഞ്ഞുപോയി. നിന്റെ അനാഥത്വങ്ങൾ മുഴുവൻ എന്നേക്കുമായി മാറ്റപ്പെട്ടു പോയി. മറ്റൊരു പ്രമാണം അകത്ത് വരുന്നു. മറ്റൊരു പ്രമാണം വരിക മാത്രമല്ല, ആ പ്രമാണത്തിൽ കൂടെ നിനക്കുണ്ടാകുന്ന ഗുണമെന്താണ്? നിന്റെ അകത്ത് ദൈവസ്നേഹം ഇറങ്ങി വരികയാണ്. ഒന്നുകൂടെ പറയാം, നിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഇറങ്ങി വരികയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവ് നമ്മുടെ മേൽ പകരണമെന്ന് എത്ര പേർ കൊതിക്കുന്നു? പ്രൈസ് ഗോഡ്. പഴയ നിയമത്തിൽ ആത്മാവ് വന്നിരുന്നത് അത് വ്യത്യസ്ത രീതിയിലായിരുന്നു. പുതിയ നിയമത്തിൽ വരുന്നത് സംതിങ് സ്പെഷ്യലാണ്. അത് ഇന്നലെ ഒരു യോഗത്തിൽ നിന്നപ്പോൾ ഒരാൾ വർഷിപ്പ് നടത്താൻ നേരത്ത് പരിശുദ്ധാത്മാവെ വെൽക്കം എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞാനാകെ ടെൻഷൻ അടിച്ചു പോയി സ്വത്രം അത് കേട്ടപ്പോൾ. കാരണം ഈ പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്യുന്നത് മണ്ടനാണെന്ന് എനിക്ക് തോന്നി. കാര്യം പഴയ നിയമം പഠിച്ചാൽ അപ്പോൾ യഹോവയുടെ ആത്മാവ് ഏലിയാവിൻ്റെ മേൽ വന്നു, അപ്പോൾ യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു എന്ന് പറഞ്ഞ മുകളിൽ വരികയായിരുന്നു, ആ സമയത്ത് വരികയായിരുന്നു. പക്ഷേ പൗലോസ് ലേഖനം എഴുതി പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലിരിക്കുക. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു ഇവിടെ ഇരിക്കുക, ഉള്ളിലിരിക്കുക. ചിലർ വണ്ടിയെ കയറുന്ന പറഞ്ഞ കർത്താവിൻ്റെ കാവൽ ദൂതന്മാരെ വെക്കണം. അതിൻ്റെ അകത്ത് യേശു ഇരിക്കും. ഇനി എന്തിനാ കാവൽ? എല്ലാവരും ആത്മാ പോയത് മൊത്തം അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണെന്ന് തോന്നുന്നു. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പൊതു ശുശ്രൂഷയായിട്ട് 10-20 വർഷമായിട്ട് പോകുന്ന ഓരോരുത്തരുടെ അനുഭവങ്ങൾ എനിക്കറിയാം. കാര്യം നിന്റെ അകത്ത് മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു ഇരിക്കുമ്പോൾ ഇനി ഗബ്രിയേൽ എന്തിനാണ് കാവൽ വെക്കുന്നത്? ഗബ്രിയേൽ വേറെ എന്തെല്ലാം മണി മുകളിലുണ്ട്. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ അത് തിരിച്ചറിയേണ്ട ഒരു വിഷയമുണ്ട്. പരിശുദ്ധാത്മാവിനെ നീ വെൽക്കം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പരിശുദ്ധാത്മാവ് നിന്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നിങ്ങളുടെ
ശരീരം. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് പകർന്നിരിക്കുക. അപ്പോൾ പഴയ നിയമത്തിൽ മുകളിൽ വരുമ്പോൾ അത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുമായിരുന്നു. ഈ വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ ആ ദൈവാത്മാവ് മുകളിൽ വരുമ്പോൾ ഭയങ്കര വീര്യപ്രവർത്തികൾ നടക്കുന്നത്. പക്ഷെ പാപം ചെയ്താലും വീണ്ടും ശുശ്രൂഷ നടക്കും. മനസ്സിലായില്ലേ? ശിംശോനൊക്കെ ഭയങ്കര അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വരുമ്പോൾ അവൻ ഭയങ്കര അത്ഭുതങ്ങളാണ് ചെയ്യുന്നത്. കഴുത്താടിയിൽ കൊണ്ട് കുന്നത് കുന്തിരണ്ടെന്ന് പറഞ്ഞ് ഫയർ കോൺഫറൻസ് പ്രസംഗിക്കുന്ന പോലെ അവിടെ അടിച്ചു കൂട്ടുന്നത്. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ദലീലയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. പുള്ളി കട്ടറയുടെ കാലുമൊക്കെ പൊളിച്ചു. കണ്ടോ? പാപം ചെയ്ത് കഴിഞ്ഞിട്ടും പുള്ളി അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതിന് അർത്ഥം, സ്റ്റേജെ മുട മാറ്റുകയും സ്റ്റേജെ ക്യാൻസർ നോക്കുകയോ അതൊക്കെ ചെയ്യാൻ മുകളിൽ പേരുന്ന ആത്മാവ് മതി. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അകത്ത് ആത്മാവ് വന്നുള്ള ഗുണം, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നാൽ അത് പാപത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തും, അത് നീതിയെ കുറിച്ച് ബോധ്യപ്പെടുത്തും, നിന്റെ അകത്ത് ന്യായവിധിയുടെ ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ക്ലാസ്സിനകത്ത് മുകളിൽ വരുന്ന ആത്മാവിനേക്കാൾ അത്ഭുതപരമായി അകത്ത് പകരുന്ന ഒരു ആത്മാവിനെ പ്രാപിക്കണം. അത് നിന്റെ അകത്ത് വന്നാൽ നിന്റെ അകത്തൊരു ആത്മിക ചൈതന്യം വെളിപ്പെടാൻ പോവുകയാണ്. വേഗത്തിൽ നമുക്ക് അതുകൊണ്ട് തിരിച്ചറിയുക, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ 2 ദാനങ്ങൾ നമുക്ക് ദാനമായി നൽകിയ ദൈവത്തിന് ഹൃദയം തുറന്നൊന്നും നന്ദിയോടെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഇതാണ് പറഞ്ഞു തീരാത്ത ദാനം, ഇതാണ് പറഞ്ഞു തീരാത്ത ദാനം. പ്രൈസ് ഗോഡ്. ഞാൻ മടങ്ങി വരട്ടെ, വേദപുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങിച്ചില്ല. പരിശുദ്ധാത്മാവ് എന്ന പ്രയോഗം പഴയ നിയമത്തിൽ 3 സ്ഥലങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. നമുക്ക് ആ വാക്യങ്ങളൊന്ന് പരിശോധിച്ച് പോകണം. ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്ന് നോക്കാം. സങ്കീർത്തനങ്ങളിലേക്ക് നമുക്ക് വരാം. 51-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കുകയുമരുതേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ. കേട്ടോ? അപ്പം 3 സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്ന വാക്ക്, പരിശുദ്ധാത്മാവ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ 1-ാമത്തെ ഭാഗമാണ് ഇവിടെ. രണ്ടാമത്തെ ഭാഗം 63-ാം സങ്കീർത്തനത്തിൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. 63-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യം. അവരെ വാളിന്റെ ശക്തിക്ക് ഏൽപ്പിക്കും, പുറനരികൾക്ക് അവർ ഇരയായി തീരും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും, അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും. എങ്കിലും ഭോഷ്ക് പറയുന്നവരുടെ വായ അടഞ്ഞു പോകും. യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിലേക്ക്. എന്നാൽ അവർ മത്സരിച്ചു, അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. കേട്ടോ? എന്നാൽ അവർ മത്സരിച്ചു, പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തു? അവർ രണ്ടായില്ലേ. ഇനി അതിന്റെ 11-ാമത്തെ വാക്യം കൂടെ നോക്കി. 63-11. അപ്പോൾ അവന് ചില മോശയുടെ കാലമായ പുരാതന കാലം ഓർത്തു പറഞ്ഞത്, അവരെ തന്റെ ആടുകളുടെ ഇടയിലോടുകൂടി സമുദ്രത്തിൽ നിന്ന് കരയേറ്റുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളത്തിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? അവിടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? അപ്പൊ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എന്ന പദം 3 സ്ഥലങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പഴയ നിയമത്തിൽ മാത്രം. എന്നാൽ ഈ 3 സ്ഥലങ്ങളാണ് നമ്മൾ പ്രത്യേകമായി നോക്കിയത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന പദം നമുക്ക് എണ്ണം ഞാൻ പറയുന്നില്ല, കാര്യം നിരവധി പ്രാവശ്യം പരിശുദ്ധാത്മാവ് എന്ന പദം എഴുതിയിട്ടുണ്ട്. എബ്രായ പദം നമുക്ക് പഴയ നിയമത്തിൽ എബ്രായ പദം പരിശോധിച്ചാൽ കാദോഷ് റൂവഹ് എന്ന പദമാണ് പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്നത്. മറന്നു പോകരുത്, കാദോഷ് റൂവഹ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത് പഴയ നിയമത്തിൽ, എബ്രായ പദം കൊടുത്തിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട 2-3 അർത്ഥങ്ങളാണുള്ളത്. കാറ്റ്, വായു, ശ്വാസം, ഇങ്ങനെ 3 അർത്ഥങ്ങളാണുള്ളത്. കാദോഷ് റൂവഹ് എന്ന പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന എബ്രായ പദം. ഇതിന് 3 അർത്ഥങ്ങളാണുള്ളത്. 1 കാറ്റ്, 2 ശ്വാസം, 3 വായു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ഗ്രീക്ക് പദം പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്നത് ന്യൂമ എന്ന പദമാണ്. അപ്പോൾ നോക്കണം, മറന്നുപോകരുത്, 2-2 പറഞ്ഞിരിക്കുന്നത്. 1 എബ്രായ പദമാണ് പറഞ്ഞത്, അത് പഴയ നിയമത്തിൽ കാദോഷ്
ഉറുവായി. രണ്ടാമത് പറഞ്ഞ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കൊടുത്തിരിക്കുന്ന പദമാണെന്ത്? ന്യൂമ. അതിന് രണ്ടർത്ഥങ്ങളാണുള്ളത്. മുകളിൽ പറഞ്ഞ അർത്ഥം തന്നെയാണ് താഴെ അത് കൊടുത്തിരിക്കുന്നത്. കാറ്റ്, ജീവശ്വാസം, ഇങ്ങനെയുള്ള രണ്ടർത്ഥങ്ങളാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള മുഖവരെയാണ് പറയുന്നത്. പഴയ നിയമത്തിൽ ഉള്ള അതിൻ്റെ എബ്രായ വാക്ക്, അതിൻ്റെ അർത്ഥം, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യൂമ എന്ന ഗ്രീക്ക് പദം, അതിൻ്റെ അർത്ഥം. ഈ രണ്ട് കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇനി നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൽ ഏതൊക്കെ സമയങ്ങളിൽ ഉണ്ടായിരുന്നു നമുക്കൊന്ന് വളരെ പ്രത്യേകം പഠിച്ചുകൊണ്ട കാര്യമാണ്. പ്രധാനമായും നമ്മൾ നോക്കുന്ന ഒന്ന്, ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കാണാൻ കഴിയുന്നു. ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ 4 ഘട്ടങ്ങളായിട്ട് പറഞ്ഞു. ഒന്ന്, അവൻ ആത്മാവിൽ ജനിച്ചു. 2, അവൻ ആത്മാവിൽ വളർന്നു. 3, അവൻ ആത്മാവിൽ നിറഞ്ഞു. 4, അവൻ ആത്മാവിൽ ശക്തിപ്പെട്ടു. ഈ 4 തലങ്ങളാണ് യേശു ക്രിസ്തുവിൽ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ കാണുന്നത്. മറന്നുപോയത് നമുക്കും അത്യാവശ്യമാണ്. ആത്മാവിൽ എന്ത് ചെയ്തു? അവൻ ജനിച്ചു. 2, അവൻ ആത്മാവിൽ വളർന്നു. 3, അവൻ ആത്മാവിൽ എന്ത് ചെയ്തു? നിറഞ്ഞു. 4, അവൻ ആത്മാവിൽ ശക്തിപ്പെട്ടു. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായി യേശുവിൻ്റെ ജീവിതമായിട്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് എന്ത് നമുക്ക് വ്യക്തമെന്ന് നോക്കാം. ഒന്ന്, തിമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ ജഡത്തിൽ എന്ത് ചെയ്തു? വെളിപ്പെട്ടു. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ലൂക്കോസിന്റെ സുവിശേഷം കൂടെ ചേർന്ന് നമുക്ക് നോക്കാം. 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പൊ നോക്കാം, യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പങ്ക് കണ്ടോ? നോക്കണം. യെശയ്യാ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ ഒരു ദൂത് പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ എന്ത് ചെയ്യും? പ്രസവിക്കും. അവനെ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. പ്രവചനക്കുന്നിൽ കയറി പ്രവാചകൻ പ്രവചന ശബ്ദം വിളിച്ചു പറഞ്ഞു. പക്ഷെ കാലങ്ങളായിട്ട് ഈ മശിക ധരിക്കുന്നത് ഒരു കന്യകയിൽ കൂടെയാണെന്നുള്ള പ്രവചനം യെശയ്യാവിൽ നിന്ന് കിട്ടിയെങ്കിലും ഒത്തിരി ആളുകൾ ഈ കൃപയെ ഉദരത്തിൽ ചുമക്കാൻ അന്നത്തെ കാലത്ത് തയ്യാറായി. ഒത്തിരി ആളുകൾ. പക്ഷേ ഈ പ്രവചനം പറഞ്ഞതിന് ശേഷം വർഷങ്ങൾ കാലപഴക്കം വന്നപ്പോൾ പലരും വിചാരിച്ചു പ്രവാചകൻ അബദ്ധം പറ്റിയതായിരിക്കും, അങ്ങനൊരു പ്രവചനം ഇനി നടക്കാനൊന്നും പോകുന്നില്ല. വേദ പണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായം, നിരവധി പെൺകുട്ടികൾ വിവാഹം എന്ന അതേ ഒരു പ്രത്യേക കാര്യങ്ങളിലേക്ക് കുടുംബത്തിലേക്ക് പ്രവേശിക്കാതെ ഈ കൃപയെ ഉദരത്തിൽ ചുമക്കാൻ പലരും വിവാഹം വേണ്ടാന്ന് വെച്ച് അന്ന് പാർത്തൊരു കാലമുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ഈ യേശുക്രിസ്തു എന്ന കൃപ ഉദരത്തിൽ ചുമക്കണമെന്നുണ്ടെങ്കിൽ ഏക യോഗ്യത അവൾ കന്യകയായിരിക്കണം. അതുകൊണ്ട് വിവാഹം വേണ്ടാന്ന് വെച്ച് ഒത്തിരി പെൺകുട്ടികൾ ഈ കൃപയെ ഉദരത്തിൽ ചുമക്കാൻ അന്നത്തെ കാലത്ത് തയ്യാറായി. പക്ഷേ യെശയ്യാവ് പ്രവചിച്ചു കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞു, കാര്യമൊന്നും നടക്കുന്നില്ല, വാഗ്ദത്തം നടക്കുന്നില്ല. കാത്തിരുന്ന പല സ്ത്രീകളും മടുത്തു, പല ആളുകളും ഇതിനെ അവിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ അന്ന് ഈ കൃപയെ ഉദരത്തിൽ ചുമക്കാൻ കാത്തിരുന്ന പലരും അവർ കുടുംബത്തിലേക്ക് പ്രവേശിച്ച് ഈ കന്യക എന്ന യോഗ്യത പദവി നഷ്ടമാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ പലരുടെയും കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ഒരു വീടിനകത്തിരുന്ന മറിയ എന്ന ഒരു കന്യകയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ നോക്കണം, ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അതിന് കാലഘട്ടങ്ങൾ ദൈർഘ്യം വന്നാലും ആ വാഗ്ദത്തം നിന്നിൽ വരാതിരിക്കയില്ല. സ്തോത്രം. പക്ഷേ ആ മറിയയുടെ മേൽ വാഗ്ദത്തം പകരാൻ വേണ്ടി മറിയയുടെ അടുക്കൽ ദൂതം വന്നിട്ട് പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് എത്ര പേര് സ്തോത്രം പറയും? യെശയ്യാവിൽ പറഞ്ഞ കൃപ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ മറിയ പോലും അറിഞ്ഞില്ല, അവളുടെ അകത്തിറങ്ങി. കാരണം ആ കൃപ പകരാനുള്ള യോഗ്യത സ്വർഗം അവളിൽ കണ്ടു. അപ്പൊ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ പകരാനുള്ള ചില യോഗ്യതകൾ നിന്റെ മേൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ കൃപ നിന്നിൽ ഇറങ്ങുന്ന രാത്രിയായിരിക്കും. നിങ്ങൾ നോക്ക്, മറിയയുടെ മേൽ കൃപ ഇറങ്ങി. മറിയോട് ദൂതം പറയുന്ന വാക്യമാണ് നമ്മൾ വായിച്ചത്, കൃപ ലഭിച്ചപോലെ നിനക്ക് വന്ദനം. ദൂതം പറയുകയാണ്, നിന്റെ അകത്ത് ഒരു വിശുദ്ധ പ്രജ ആത്മാവിനാൽ സഞ്ജാതമാകും.
ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേരെന്ത് ചെയ്യണം? വിളിക്കണം. ഓ, രക്തത്താൽ ജയം. ഇത് കേട്ടപ്പം പ്രായത്തിന്റെ പക്വതക്കുറവിൽ നിന്നുകൊണ്ട് മറിയ ഒരു ചോദ്യം ചോദിച്ചു. വിവാഹ നിശ്ചയമേ എന്റെ കഴിഞ്ഞിട്ടുള്ളൂ, ഞാനിതുവരെ വിവാഹം എന്ന പ്രക്രിയയിലോ കുടുംബത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല, അങ്ങനെയുള്ള എന്നിൽ ഇതെങ്ങനെ സംഭവിക്കും? സാധാരണമായ ചോദ്യം. ദൂതൻ ഒരു നിറപുഞ്ചിരിയോട് പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ എന്ത് ചെയ്യും? നിഴലിടും. ഓ, ഞാൻ ആ വാക്യം വായിച്ച് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. കാരണം അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരുമെന്നല്ല, അത്യുന്നതന്റെ ശക്തിയുടെ നിഴൽ നിന്നിൽ തട്ടിയാൽ ചരിത്രം കാണാത്തൊരു അത്ഭുതം സംഭവിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആ ദൈവശക്തിയുടെ ഒരു ചെറിയ കണിക ഇന്ന് രാത്രി നിന്റെ ശരീരത്തെ തൊട്ടാൽ സൗഖ്യമാകാത്ത രോഗങ്ങളില്ല, പൊട്ടിമാറാത്ത ബന്ധനങ്ങളില്ല. ഇന്ന് രാത്രി അത് പ്രാപിക്കുന്നവർക്കായി സ്വന്തം ചെയ്യുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സൃഷ്ടിപ്പിൽ ദൈവാത്മാവിന്റെ പങ്കാളിത്തം. ആ വാക്യം നമ്മൾ വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ലൂക്കോസ് 1:35. കണ്ടോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഈ ലോക കാലഘട്ടത്തിലെ പരിശുദ്ധാത്മാവിന്റെ പങ്കാളിത്തമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ എന്തുണ്ടായി? പരിശുദ്ധാത്മാവിന്റെ പങ്കാളിത്തം. ഈ വാക്യം അത് വ്യക്തമാക്കുന്നു. ലൂക്കോസ് 1:35. രണ്ടാമത് നമ്മൾ പരിശോധിക്കാം, യേശുക്രിസ്തുവിന്റെ സ്നാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പങ്കാളിത്തം. യേശുക്രിസ്തുവിന്റെ 3-ാം അധ്യായം 21-ാം വാക്യം. ലൂക്കോസ് 3:21. മതി. അപ്പോൾ നമ്മൾ രണ്ടാമത് കണ്ടു, യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ മാത്രമല്ല അവന്റെ സ്നാനത്തിൽ എന്ത് വരുന്നു? പരിശുദ്ധാത്മാവ് വരുന്നു. യേശുക്രിസ്തുവിന്റെ സ്നാനമൊക്കെ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരു ബൈബിൾ സ്കൂളിൽ 3 വർഷം ക്ലാസ് എടുത്താൽ തീരാത്ത വിഷയമാണ് നിങ്ങൾ 7 ദിവസം കൊണ്ട് പഠിപ്പിച്ചേക്കുന്നത്. സ്തോത്രം. പിന്നെ ഒരു ചെറിയ രൂപരേഖ തരാമെന്നല്ല, അതിനപ്പുറം ഒന്നും പറയാൻ പറ്റുകയില്ല. സ്തോത്രം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഈ യേശുവിൻ്റെ സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ സംഭവമല്ല. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. സ്നാനവും പരിശുദ്ധാത്മാവും വീണ്ടും ജനനവും പരിശുദ്ധാത്മാവും ഒക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ്. ബന്ധമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു സ്നാനപ്പെടാൻ വേണ്ടി വരുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിന് വഴി നിരപ്പാക്കാൻ വേണ്ടി വന്ന ആളാണ് ആര്? യോഹന്നാൻ. അപ്പം യോഹന്നാൻ സെക്കറിയാവിൻ്റെ അതേ മകനായിരുന്നു. ദീർഘവർഷങ്ങൾ തലമുറയില്ലാതിരുന്ന സെക്കറിയാവിനും അവിടെ അത് ഭാര്യ എലിസബത്തിനും ഉണ്ടായ തലമുറയാണ് യോഹന്നാൻ. അപ്പം ഞാൻ യോഹന്നാൻ്റെ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ ബൈബിൾ വായിച്ചിട്ട് പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളിലും യോഹന്നാനെ പലയിടങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടിട്ട് യോഹന്നാനെ പോലെ അസാധാരണകരമായ ശുശ്രൂഷ ചെയ്ത ഒരാൾ പുതിയ നിയമത്തിൽ കാണുന്നില്ല. യേശു കഴിഞ്ഞാൽ പിന്നെ യോഹന്നാനാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ യോഹന്നാൻ്റെ ജന്മം തന്നെ ഒരു അത്ഭുതകരമായിരുന്നു. സെക്കറിയാവിന് അത് തലമുറയില്ലാതെ വർഷങ്ങളായിരിക്കുക. അന്ന് കൂറിൻ്റെ പ്രകാരം അദ്ദേഹത്തിന് ചീട്ട് വീണപ്പോൾ അദ്ദേഹം ആലയത്തിൽ കയറി അത് ശുശ്രൂഷിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ പുരോഹിതൻ അത് വിശുദ്ധ സ്ഥലത്ത് നിന്ന് ശുശ്രൂഷ നടത്തുക. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അതിൽ ഏറ്റവും വെളിയിലാണ് ആര് നിൽക്കുന്നത്? ജനം നിൽക്കുക. അപ്പം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുകയാണ് പുരോഹിതൻ. ആണ്ടിൽ ഒരിക്കൽ മാത്രമേ മഹാപുരോഹിതന് അതിവിശുദ്ധ സ്ഥലത്ത് എത്തിക്കാൻ പറ്റുള്ളൂ, പ്രവേശിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം സാധാരണ ദൈവസാന്നിധ്യവും അല്ലെങ്കിൽ ദൈവവും ഇറങ്ങി വരുന്നത് എവിടെയായിരിക്കും? അതിവിശുദ്ധ സ്ഥലത്താണ്. പക്ഷേ പതിവ് തെറ്റിച്ചുകൊണ്ട് അന്ന് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയത് വിശുദ്ധ സ്ഥലത്താണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ദൂത് അതിനകത്ത് കിടപ്പുണ്ട്. വേണമെങ്കിൽ ആത്മാവുള്ളവർ പിടിച്ചെടുത്തോണം. സ്തോത്രം. നിങ്ങൾ നോക്കിയേ, ദൈവത്തിൻ്റെ സമയം വാഗ്ദത്തത്തിന് യേശുവിന് വഴി നിരപ്പാക്കാൻ ദൈവത്തിൻ്റെ സമയമായപ്പോൾ വാഗ്ദത്തം നടക്കാൻ സാധാരണ അതിവിശുദ്ധ സ്ഥലത്ത് വരേണ്ട ദൈവത്തിൻ്റെ ദൂതൻ പതിവ് തെറ്റിച്ച് സെക്കറിയാവ് നിൽക്കുന്ന വിശുദ്ധ സ്ഥലത്ത് വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നീ ഒന്നിന്റെ പുറകെ ഓടണ്ട. നിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ, നിവർത്തിക്കപ്പെടേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ ചില പതിവുകൾ തെറ്റിച്ച് എന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വരാൻ പോകുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷത്തോടെ അതിന്റെ
നന്നായി സംസാരിച്ചു. ഒത്തിരി സമയം സംസാരമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വെളിയിൽ വരാൻ വേണ്ടി അത് ഒത്തിരി താമസിച്ചു. ജനം അക്ഷമരായിട്ട് നിൽക്കുക. ജനം അവിടെ അക്ഷമരായിട്ട് നിൽക്കാൻ കാര്യമുണ്ട്. ഈ സെക്രട്ടറിയാവ് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ജനത്തെ ഒരു ആശീർവദിക്കുന്നൊരു ആശീർവാദമുണ്ട്. ഈ ആശീർവാദത്തിനകത്താണ് മുഴുവൻ അനുഗ്രഹം ഇരിക്കുന്നത്. നമ്മുടെ സമയം കണ്ടുവരുന്ന ആശീർവാദത്തിൻ്റെ സമയത്ത് ആരും കാണുകയില്ല. മനസ്സിലായി? ചില ആളുകളുണ്ട്, അവർ വന്ന് ഭാഷ 12 കാലത്ത് ഞാനൊന്ന് നേരത്തെ വിട്ടു. ഇവൻ വിവരമില്ലാത്തവന് കുമ്മനാടി പക്ഷേ കണ്ടുണ്ട്. ആശീർവാദത്തിന് ആരും പോകരുതെന്ന് ഭാഷമാർ പറഞ്ഞ കാര്യം ആശീർവാദത്തിന് അവിടെ ആരും കാണില്ല. പക്ഷേ വിവരമുള്ളവൻ അവിടെ ഇരിക്കും. കാരണം അവനറിയാം ഈ 3 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ചൂടും തണുപ്പും ഒക്കെ ഏറ്റവും ഞാൻ സഭാകൂലി വന്നിരുന്നതിൻ്റെ മൊത്തം അനുഗ്രഹം ആ ദൈവദാസൻ അവസാനം പറഞ്ഞ ആശീർവാദത്തിൽ. അതുകൊണ്ടാണ് അതേ പുരോഹിതൻ വരാൻ താമസിച്ചിട്ടും അയാളുടെ കഥ കഴിഞ്ഞ് കാണുമെന്ന് പറഞ്ഞ് വിട്ടില്ല അവന്മാർ. അവിടെ നിന്ന് മൊത്തം ആളുകൾ. കാര്യം അവർക്കറിയാം തനിക്കൊരു അനുഗ്രഹം വരുന്നുണ്ട്. അവർ കാത്തുനിന്നു. പക്ഷെ ഇറങ്ങി വന്ന പിന്നെ സെക്രട്ടറിയാവിന് ആശീർവാദം കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. കാര്യം ദൂതൻ പറഞ്ഞ കാര്യം പുള്ളി അവിശ്വസിച്ചപ്പം ദൂതൻ അവരുടെ നാവിനെ എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്തു. ചുരുക്കം പറഞ്ഞ വേറെ ഒരാൾ കയറി ആശീർവാദം പറഞ്ഞ് കാണുമെന്ന് എൻ്റെ ചിന്ത. കാര്യം അല്ല പിന്നെ എങ്ങനെ പറയാൻ ആംഗ്യ ഭാഷ കാണിച്ചു കാണും. വീട്ടിൽ ചെന്നു, സെക്രട്ടറിയാവ് വീട്ടിൽ ചെന്നു, എലിസബത്തിൻ്റെ ഇടയ്ക്ക് ചെന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ എലിസബത്ത് ഗർഭവതിയായി. അങ്ങനെയാണ് വഴി നിരപ്പാക്കാനുള്ള യോഹന്നാൻ രംഗപ്രവേശം ചെയ്യുക. ഞാൻ ഒരിക്കലും തിരുവനന്തപുരത്ത് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥനാപൂർവ്വം ഞാൻ യോഹന്നാനോട് ചോദിച്ചു, യോഹന്നാനെ എന്താ വരാൻ താമസിച്ചത്? നിൻ്റെ അപ്പനും നിൻ്റെ അമ്മയും എത്രമാത്രം വിഷമിച്ചു. മച്ചി എന്ന് പറഞ്ഞ അവൾ ചാർച്ചക്കാടുകളിൽ നിന്ദിക്കപ്പെട്ടില്ലേ? നിൻ്റെ അപ്പൻ്റെ ശുശ്രൂഷയുടെ നടുവിൽ വിലയില്ലാതെ പോയില്ലേ? എന്താ വരാൻ താമസിച്ചത്? പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറയുക, അച്ഛൻ്റെ മകന് വഴി നിരപ്പാക്കാൻ അച്ഛൻ്റെ കൊച്ചിനെ ദൈവം നടന്നു. എന്നെ മനസ്സിലായി? ഇല്ലെന്ന് എനിക്കറിയാം. മനസ്സിലായില്ലേ? തച്ചൻ്റെ മകന് വഴി നിരപ്പാക്കാൻ അച്ഛൻ്റെ കൊച്ചിനെ ദൈവം തടഞ്ഞു വെച്ചു. ആരാ തച്ചൻ്റെ മകൻ? യേശു ക്രിസ്തു. അവന് വഴി നിരപ്പാക്കാൻ അച്ഛൻ്റെ കൊച്ചിനെ ദൈവം എന്ത് ചെയ്തു? തടഞ്ഞു വെച്ചു. ചിലതൊക്കെ തടയപ്പെടുന്നുണ്ടെങ്കിൽ സ്വോത്രം പറഞ്ഞോണം. അതിന്റെ പുറകിൽ ദൈവത്തിന് ഒരു നീതിയുണ്ട്. അതിന്റെ പുറകിൽ ദൈവത്തിന് ഒരു വാക്തത്വം ചലിക്കാൻ തുടങ്ങുകയാണ്. സ്വോത്രം. അങ്ങനെ ദൈവത്തിന്റെ വാക്തത്വ പ്രകാരം വന്നു. എൻ്റെ പ്രിയരെ, എന്തിനേറെ പറയുന്നു, അതേ വഴിനിരപ്പാക്കാൻ വന്ന പുള്ളിയുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഗലീലയെ കിടുകിട വിറപ്പിച്ചു കളഞ്ഞു, പാലസ്തീനിന്റെ മരുഭൂമികളെ വിറപ്പിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഭയങ്കരമാണ്. ഇന്ന് എനിക്ക് പകരം യോഹന്നാൻ സ്നാപകനായിരുന്നു ഇവിടെ ശുശ്രൂഷിക്കാൻ വന്നിരുന്നെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ ആരും കാണുകയില്ലായിരുന്നു. അയ്യോ, പുള്ളിയുടെ വന്ദനത്തിന് സഹിക്കാൻ പറ്റിയല്ല. പുള്ളിയുടെ വന്ദനം എന്തുവാ? കൂടി വന്നിരിക്കുന്ന എല്ലാ സർപ്പസന്തതികൾക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹ വന്ദനം. ഇത് അവരുടെ ശുശ്രൂഷ തുടങ്ങുന്നതിൻ്റെ സഹിക്കാൻ പറ്റുകയില്ല. ആത്മീയായ ശുശ്രൂഷയല്ലേ. അവിടെ ചില ആളുകൾ പറയും, ഭാഷ ഇന്നലെ ഞാൻ പിന്നെ ഉറുദു ഭാഷയിലുള്ള ആരാധനയുമായിട്ട് പങ്കെടുത്തു. ഭാഷ വലിയ ഡീപ്പൊന്നും പറയേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ട ആൾക്കാരും ഡീപ്പൊന്നും പറഞ്ഞവർക്ക് മനസ്സിലാക്കില്ലത് എന്ന് പറഞ്ഞ പോലെ ഈ യോഹന്നാന്റെ ശുശ്രൂഷ ഒന്നും സഹിക്കാൻ പറ്റാത്ത ശുശ്രൂഷയാണ്. അത് യോഹന്നാൻ അങ്ങോട്ട് വഴി നിരപ്പാക്കാൻ തുടങ്ങി. ഈ യോഹന്നാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ തുടങ്ങിയത് എവിടെയാ? അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ തുടക്കം യോർദാന്റെ കരയിലാണ്. യോഹന്നാൻ മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ തുടങ്ങിയത് എവിടെയാ? യോർദാന്റെ കരയില്ല. അപ്പൊ പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ കരുത്തന്മാരായ 2 ശുശ്രൂഷകന്മാർ ശുശ്രൂഷ ആരംഭിച്ചത് എവിടെയാ? യോർദാനില്ല. പക്ഷെ ഈ യോർദാൻ പഴയ നിയമത്തിൽ വില്ലനാ. അത് ഓർക്കണം. എന്തോ പഴയ നിയമത്തിൽ വില്ലനാണോ? അത് കൊയ്ത്തുകാലം ആകുമ്പോൾ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ വിളവും നന്മയും മുഴുവൻ നശിപ്പിക്കും. അത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ വായ്പ വാങ്ങിച്ചോണ്ട് വന്ന കോടാലി അതും വെള്ളത്തിൽ മുക്കി. ചുരുക്കം പറഞ്ഞ പുരോഹിതന്മാരുടെ മുന്നിൽ വഴിമുടക്കി ഒഴുകിയ യോർദാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ പഴയ നിയമത്തിൽ വില്ലനായിരുന്നു എന്ത്? യോർദാൻ. പക്ഷെ പുതിയ നിയമത്തിൽ കരുത്തന്മാരായ 2 അഭിഷിക്തന്മാരുടെ ശുശ്രൂഷയ്ക്ക് പ്ലാറ്റ്ഫോമായി തീർന്നതാണ് യോർദാൻ. ഒന്നുകൂടെ ഇറങ്ങി പറയാം, പഴയ നിയമത്തിലെ വില്ലൻ പുതിയ നിയമത്തിലെ കൃപയുടെ മുന്നിൽ മുട്ടുമടക്കി. ഇന്ന് രാത്രി തിരിച്ചറിയണ, ഇന്നലകളിൽ വില്ലന്മാരായി തീർന്നതൊക്കെ നിന്റെ കൃപയുടെ മുന്നിൽ മുട്ടുമടക്കുന്ന ദിവസമായി. നമുക്ക് യോർദാനിൽ നിന്ന് ശുശ്രൂഷയും കൊണ്ട് തുടങ്ങുക. യോഹന്നാന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യോഹന്നാന് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് യോർദാൻ തീരത്തൊരു കൺവെൻഷനുണ്ട്. കൺവെൻഷൻ നമ്മുടെ ഇവിടെ ഇപ്പോൾ 1, 2, 3 ദിവസങ്ങളൊക്കെ കൺവെൻഷൻ, അല്ലെങ്കിൽ 7 ദിവസം കൺവെൻഷൻ. പക്ഷെ യോഹന്നാന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം യോർദാൻ തീരത്ത് എല്ലാ ദിവസവും എന്താ? കൺവെൻഷനാണ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ജനം ഒന്ന് ഇടിച്ചു കൂടും. പക്ഷേ പ്രസംഗിക്കുന്ന വിഷയം പുതിയ പുതിയ ടോപ്പിക്ക് ഓരോ ദിവസം കൂടി പ്രസംഗിക്കുന്നത്. പക്ഷേ ഈ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ ഒരു 15 മിനിറ്റ് എന്നും ഒരേ കാര്യം അദ്ദേഹം പറയുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? എന്നും ഒരേ കാര്യം. ഒരിക്കൽ അച്ഛനോട് പറഞ്ഞു, ജോയിപ്പാഷനോട് പറഞ്ഞ്,
ഞങ്ങളുടെ സഭയിൽ ഞാൻ ഒരു പ്രാവശ്യം പറയുന്ന കാര്യം പിന്നെ പറയത്തില്ല, പറഞ്ഞാൽ അവർ ഓർത്തിരിക്കുന്നു. അതെ, നിങ്ങൾ നോക്കി, ഒരു പ്രസംഗം എല്ലാ ദിവസവും യോഹന്നാൻ പ്രസംഗിക്കുക. പക്ഷെ ആ പ്രസംഗത്തിൻ്റെ അവസാനത്തെ 15 മിനിറ്റ് പറയുന്നില്ല എന്താ? ഒരേ കാര്യം. കഴിഞ്ഞ ദിവസം നമ്മുടെ IPC ഒരു കൺവെൻഷൻ പ്രാസംഗിനെ കുറിച്ച് ഒരാൾ പറഞ്ഞു, പുള്ളി പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് എന്നും പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞ ആളുകളെ ഉത്തേജിപ്പിക്കുന്നത്. ഞാനൊന്നും വേണ്ടിയില്ല. അപ്പം ഇത് യോഹന്നാൻ്റെ ആത്മാവ്. അത് കാരണം യോഹന്നാന് പ്രസംഗം തീരാറാകുമ്പോൾ അവസാനത്തെ 15 മിനിറ്റ് ഒന്ന് പറയും. എന്താ പറയുന്നറിയോ? നിങ്ങൾ പ്രതീക്ഷിച്ച ആൾ ഞാനല്ല, എന്നിലും ബലവാനായ ഒരു വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറണിക്കാൻ ഞാൻ യോഗ്യനല്ല. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിവിടെ സ്നാനപ്പെടുന്നെങ്കിലും നിങ്ങൾ കാര്യമാക്കണ്ട, എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിലും തീയിലും നിങ്ങൾ എന്ത് ചെയ്യും? രക്തത്താൽ ജയം. ഇത് മാത്രമല്ല യോഹന്നാൻ പറയുന്നത്, തിരിച്ചോട്ട് പറയുക, ഒരു കാര്യം ചെയ്തു, മാനസാന്തരത്തിന്റെ തക്കമായ ഫലം എന്ത് ചെയ്യണം? ഇല്ല, നിന്റെ എല്ലാം ചൂട്ട് ഞാൻ കൂടായി വെക്കുന്നു. സ്തോത്രം. അയ്യോ, അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ തിരിച്ചോട്ട് പറയാ, ഓടാനെന്ന് കേട്ടപ്പോൾ ഒരു പേടിയല്ലേ? എന്നാ പേടിച്ചോ, വലിയ സാധനം വരുന്നുണ്ട്. എന്തോ സാധനം? എന്റെ പിന്നാലെ വരുന്നവന്റെ കയ്യിൽ വീശുമുറ ഇരിക്കുക. അവൻ ഗുണമുള്ളതിനെ എല്ലാം വീശി കളപ്പുര കയറ്റും, അല്ലാത്തതിനെ മൊത്തം അവൻ വീശി തീരുട്ടിടും. എന്നെ പ്രസംഗമെന്നറിയോ? ഇന്നിവിടെ കേൾക്കുന്നത് ഇളക്കുന്ന പ്രസംഗമൊന്നുമല്ലായിരുന്നു. ഒറ്റ കൺവെൻഷൻ പോയാൽ പിന്നെ ആയുസിനായിട്ട് പോവില്ല. അതുപോലുള്ള പ്രസംഗം പുള്ളിയുടെ ഈ ഒരു ഇത്രയും ഞാൻ പറഞ്ഞ ടോപ്പിക്ക് എല്ലാ ദിവസത്തെ കൺവെൻഷനും യോഹന്നാൻ അവസാനത്തെ 15 മിനിറ്റ് ഇതേ പറയുള്ളൂ. സ്വത്രം. അപ്പോൾ ഓഡിയൻസ് പറഞ്ഞു, പുതിയ ആളാണ് ഈ അച്ഛന് അവസാനം ഇത്രയും ഈ സമയങ്ങൾ ഇതേ ഉള്ളൂ പറയാം. പക്ഷെ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യോർദാൻ്റെ തീരത്ത് സായം സന്ധ്യയിൽ കൺവെൻഷൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ് യോഹന്നാൻ സ്നാപകൻ. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവസാനത്തെ 20 മിനിറ്റ് ആയപ്പോൾ ജനമൊക്കെ പതിയെ ഇറങ്ങി പന്തലേത് വെളിയിൽ പോകാൻ തുടങ്ങി. പതിയെ ഇറങ്ങി തുടങ്ങി. കാര്യം എല്ലാവർക്കും മനസ്സിലായി, തീരുക സംഗതി. അവസാനത്തെ 15 മിനിറ്റ് വന്നു, ഇപ്പോൾ മറ്റേ തുടങ്ങി പ്രതീക്ഷിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോഹന്നാൻ പതിവ് തെറ്റിച്ചുകൊണ്ട് ഒരു കാഴ്ച കണ്ടു. തൻ്റെ പ്രസംഗം കേൾക്കുന്ന ഓഡിയൻസിൻ്റെ പുറകിൽ പരിചയം ഇല്ലാത്തൊരു മുഖം നിൽക്കുന്നു. ഉടനെ യോഹന്നാൻ്റെ അകത്ത് ആത്മാവ് കത്താൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? യോഹന്നാൻ പതിവ് ഡയലോഗ് തെറ്റിച്ചുകൊണ്ട് യോഹന്നാൻ പറയുക, കഴിഞ്ഞ ദീർഘവർഷങ്ങളായി അത് എൻ്റെ പിന്നാലെ ഒരുവൻ വരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞവൻ ഇപ്പോൾ ഇതാ നമ്മുടെ ഇടയിൽ വന്നു മരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? നിന്നോട് എന്നും പറയുന്ന ദൂത് നീ എന്നും കേട്ടോണ്ടിരിക്കത്തില്ല. ഒരിക്കലും വാക്തത്വം നിന്റെ നടുവിൽ പ്രവർത്തിക്കപ്പെടും. അത് നീ അനുഭവിച്ചിരിക്കും. അത് നീ കാണുന്ന ദിവസമാണ് ഈ ദിവസം. പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്നില്ലട്ടെ. അപ്പോൾ യോഹന്നാന് ഇത് പറഞ്ഞിട്ട് അതെ യോഹന്നാൻ അങ്ങ് പോയി വഴി നിരപ്പാക്കി യേശുവിനെ പരിചയപ്പെടുത്തുക. യോഹന്നാൻ അവൻ ലോക ചരിത്രത്തിൽ ആദ്യമായി ഭൂമിയിൽ വന്ന് യേശുവിനെ പരിചയപ്പെടുത്തിയതാണ്. ആര്? യോഹന്നാൻ. പക്ഷെ പരിചയപ്പെടുത്തിക്കൊണ്ട് പുള്ളിക്ക് കിട്ടിയ മൊത്തം നഷ്ടമാണ്. അതിൻ്റെ നഷ്ടം ഒരാൾ പറയുകയാണ്, യോഹന്നാൻ പറയാതെ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാൻ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറടിക്കാൻ ഞാനെന്തല്ല. ഇത് കേട്ടുകൊണ്ട് നിൽക്കുക യോഹന്നാൻ്റെ കുറേ ശിഷ്യന്മാർ. അവന്മാർ വിചാരിച്ചു തങ്ങളുടെ ഗുരു യോഹന്നാൻ സ്നാപകനെ വലിയ പുള്ളിയെന്ന്. പക്ഷേ യോഹന്നാൻ പറയുന്നത് ഞാനല്ല വലുത്, എൻ്റെ പിന്നാലെ വരുന്ന കക്ഷിയാണ്. ഉടനെ അന്ത്രയോസ് തുടങ്ങിയുള്ള യോഹന്നാൻ്റെ ശിഷ്യന്മാർ വിചാരിച്ചു എന്നാൽ പിന്നെ ഇയാളുടെ കൂടെ എന്തിനാണ് നിൽക്കുന്നത്, അയാളുടെ കൂടെ പോയേക്കാം. അപ്പോഴേ അവന്മാരെല്ലാം അങ്ങോട്ട് വിട്ടു. സഭ വിട്ടു പോകുന്നവനെ അപ്പോഴും വിട്ടു. അപ്പോൾ യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഉണ്ടായത് നഷ്ടമാണ്. പക്ഷെ യോഹന്നാൻ തന്നെയുള്ള ദൗത്യമാണ് ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. യോഹന്നാൻ ഇത് കഴിഞ്ഞിട്ടൊക്കെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു യോഹന്നാൻ്റെ അടുക്കൽ സ്നാനപ്പെടാൻ വേണ്ടി വരികയാണ്. ഈ യോഹന്നാൻ്റെ പ്രത്യേകത കൺവെൻഷൻ മാത്രമല്ല, കൺവെൻഷൻ കഴിഞ്ഞാൽ ഭയങ്കര ക്യൂവാണ്. യോഹന്നാൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ ഭയങ്കര ക്യൂവാണ്. എന്തിനു നിൽക്കുക? സ്നാനപ്പെടാൻ നിൽക്കുക. നമ്മുടെ ഇവിടെ വർഷത്തിൽ ഒന്നിനെ പോലും സ്നാനപ്പെടുത്തുന്നില്ല. യോഹന്നാൻ്റെ ഒരു പ്രസംഗം കഴിഞ്ഞാൽ ക്യൂവാണ്, ഭയങ്കര ക്യൂവാണ്. യോഹന്നാൻ ഓരോരുത്തരും മുക്കിയൊന്നും പൊക്കുന്നു, ഓരോരുത്തരും പൊക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ എത്തിയപ്പോൾ യോഹന്നാൻ ഒന്ന് പകച്ചു. യോഹന്നാനെ പറഞ്ഞു ഞാൻ ചെയ്യണോ? യേശു പറഞ്ഞു ഇപ്പോൾ സമ്മതിക്കാം. ഇതുകൊണ്ട് സകല നീതിയും എന്ത് ചെയ്യണം? യേശു ക്രിസ്തു യോഹന്നാന്റെ കൈ കീഴിൽ യോർദാനിൽ സ്നാനപ്പെട്ട് നനഞ്ഞ മുടിയോടും നനഞ്ഞ തുണിയോടും യോർദാനിലെ വെള്ളത്തിൽ നിന്ന് യേശു പൊങ്ങുമ്പോൾ തലയ്ക്കും മീതെ സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യോഹന്നാൻ കണ്ടു പരിശുദ്ധാത്മാവ് സ്നാന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പ്രാപുന്ന രീതിയിൽ യേശുവിൻ്റെ മീതേക്ക് ഇറങ്ങി വരികയാണ്. എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. 30 കൊല്ലം ഈ ഭൂമി പാർത്തിട്ടും ഇന്ന് വരെ പിതാവ് പറഞ്ഞില്ല ഇതെൻ്റെ പുത്രനാണ്. പക്ഷെ സ്നാനക്കടവിൽ നിന്ന് നനഞ്ഞ മുടിയും നനഞ്ഞ തുണിയുമായി കയറി വരുന്ന യേശുവിനെ നോക്കി പിതാവ് വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. അപ്പോൾ നിന്റെ സ്നാനം ഒരു സാധാരണ
സബ്ജക്റ്റ് അല്ല. നിന്റെ സ്നാനത്തിൽ കൂടെയാണ് സ്വർഗം നിന്നെ പ്രിയപുത്രനായി അംഗീകരിക്കുന്നത്. ഈ ക്ലാസ്സുകൾക്ക് നീ ആരെങ്കിലും സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ ഇത് നിന്നോടുള്ള ദൈവത്തിന്റെ വാണിംഗാണ്. ഇതുവരെ നീ സഭയ്ക്കകത്ത് അംഗമായിട്ടില്ല ബ്രദർ, ഇതുവരെയും നിന്നെ പ്രിയപുത്രനായി അവർ അംഗീകരിച്ചിട്ടില്ല. ഈ സ്നാനം നിനക്ക് അതിനു വേണ്ടിയുള്ള ഒരു അനുവാദമായിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെ യോഹന്നാൻ അന്ന് കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്നാനമാണ് മാനസാന്തര സ്നാനം. എന്ത് സ്നാനമാണ്? കഴിഞ്ഞ ഇടയിൽ കേരളക്കരയിലൊരു ന്യൂ ജനറേഷൻ പ്രഭാഷകൻ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എവിടെയാണ് സ്നാനപ്പെട്ടത്, സ്നാനപ്പെടാത്തവർക്ക് അത്രമേശ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള അത്ര വിവാദങ്ങൾ പറഞ്ഞു. അതിന് തക്കതായ ഒരു മറുപടി ഒന്നും നല്ല രീതിയിൽ ആരും പറഞ്ഞു കേട്ടില്ല. പക്ഷേ ദൈവജനം പഠിച്ചു വന്നപ്പോൾ എനിക്ക് വെളിപ്പാട് മനസ്സിലായ കാര്യം, യോഹന്നാൻ കഴിപ്പിച്ച സ്നാനം മാനസാന്തര സ്നാനമാണ്. അപ്പം യേശു ക്രിസ്തു യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റത് യോഹന്നാൻ്റെ മാനസാന്തര സ്നാനത്തെ യേശു അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. തെളിവല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ഒരുമിച്ച് സമ്മേളിച്ച ഇടമാണ് യോഹന്നാൻ്റെ മാനസാന്തര സ്നാനം. അപ്പോൾ പിതാവും അംഗീകരിച്ചു, പുത്രനും അംഗീകരിച്ചു, പരിശുദ്ധാത്മാവും അംഗീകരിച്ചു. ഏത് സ്നാനം? യോഹന്നാൻ്റെ മാനസാന്തര സ്നാനം. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഭൂരിഭാഗം ആളുകൾ യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു. അന്ത്രയോസ് ഉൾപ്പെടെയുള്ള പലരും, 1-2 പേര് മാത്രമേ ഉള്ളൂ വേറെ ആളുകൾ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ യേശുവിൻ്റെ കൂടെ വന്ന ശിഷ്യന്മാർ ഭൂരിഭാഗം യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നുകൊണ്ട് ഇവരെല്ലാവരും നേരത്തെ മാനസാന്തര സ്നാനം എന്തിയിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. മാനസാന്തര സ്നാനം സ്വീകരിച്ച ഒരാളെ പിന്നീട് രണ്ടാമത് സ്നാനപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. ഇനി നിങ്ങൾ ഒന്നുകൂടെ വേദോസം പഠിച്ചാൽ യോഹന്നാൻ മാനസാന്തര സ്നാനം നടത്തിയ ആരെയും പിന്നെ വേറെ ആരും സ്നാനപ്പെടുത്തിയിട്ടില്ല. സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. എഫെസോസിൽ വെച്ച് പൗലോസ് 12 ശിഷ്യന്മാരെ എന്ത് ചെയ്തു? സ്നാനപ്പെടുത്തി. അതിന് കാരണമുണ്ട്. പൗലോസ് അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഉടനെ ഒരു പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഞങ്ങൾ കേട്ടിട്ട് പോലും. ആ മറുപടിയാണ് സംശയം ഉണ്ടാക്കിയത് പൗലോസ്. കാരണം യോഹന്നാൻ ആരെ സ്നാനപ്പെടുത്തിയാലും സ്നാനപ്പെടുത്തുന്ന സമയത്ത് ഒരു കാര്യം പറയും, ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തുന്ന പോലെ എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിലും തീയിലും നിങ്ങൾ എന്ത് ചെയ്യും? ഇത് പറഞ്ഞിട്ടേ മുക്കാറുള്ളൂ, അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടേ സ്നാനപ്പെടുത്താറുള്ളൂ. അപ്പം യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നവരെ എല്ലാം യോഹന്നാൻ സ്നാനപ്പെടുത്തുമ്പോൾ ഇത് പറയും, എൻ്റെ സ്നാനത്തേക്കാൾ വലിയൊരു സ്നാനം വരുന്നുണ്ടെന്ന് പറയും. കാര്യം അദ്ദേഹം സ്നാനപ്പെടുത്തുന്നത് എങ്ങനെയാ? പരിശുദ്ധാത്മാവിലും. അപ്പൊ യോഹന്നാന്റെ കൈക്കീഴിലെ മാനസാന്തര സ്നാനമേറ്റ എല്ലാവരും ഇത് കേട്ടിട്ടുണ്ട്. എന്ത്? പരിശുദ്ധാത്മാവ്. പക്ഷെ ഇവര് എഫെസോസിലെ 12 ശിഷ്യന്മാർ പറയുക, ഞങ്ങള് യോഹന്നാന്റെ ശിഷ്യന്മാരാ, പക്ഷെ ഞങ്ങൾ ഇന്നു വരെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടില്ല. അപ്പോഴാ പൗലോസിന് സംശയം ഉണ്ടായത്. കാരണം എടാ, ഇവർ ജ്ഞാനപ്പെടുത്ത് യോഹന്നാന്റെ ശിഷ്യന്മാരാണെങ്കിൽ നിശ്ചയമായും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കണം. പക്ഷെ ഇവര് പറയുന്നത് ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച്. അപ്പം പൗലോസ് തീരുമാനിച്ചു, ഇവർ യോഹന്നാന്റെ ശിഷ്യന്മാരാണേലും കൊള്ളാം, അല്ലെങ്കിൽ ഇവരെ ഒന്നുകൂടെ എന്ത് ചെയ്യാൻ പോവാം. അത് ദൈവജനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ആ 12 ശിഷ്യന്മാർ നുണ പറഞ്ഞതല്ല, സത്യത്തിൽ അവർ യോഹന്നാന്റെ ശിഷ്യന്മാർ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് അവരത് കേൾക്കാനെന്ന് ചോദിച്ചാൽ മറുപടി ഇത്രയേ ഉള്ളൂ. യോഹന്നാൻ സ്നാനം നടത്തിയ സമയത്ത്, സ്നാനത്തിന്റെ സമയത്ത് എപ്പോഴും പറയുമായിരുന്നു പരിശുദ്ധാത്മാവിനും തീയിലും പുറകെ വരുന്ന ആളും തീയും. പക്ഷെ യോഹന്നാന്റെ കാലശേഷം യോഹന്നാന്റെ ശിഷ്യന്മാർ ഈ ശുശ്രൂഷ ഏറ്റെടുത്തു. യോഹന്നാന്റെ ശിഷ്യന്മാര് ഗുരു ചെയ്ത് അതേ മാനസാന്തര സ്നാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ യോഹന്നാൻ പറഞ്ഞ പല ഉപദേശങ്ങളും ഇവരെന്ത് ചെയ്യുന്നില്ല, പറഞ്ഞില്ല. അതാ സംഭവിച്ചു. പലരിടത്തും മീൻ കടയിൽ എഴുതി വെച്ചു, ഒരു മീൻ്റെ കടയിൽ എഴുതി വെച്ചു, പച്ച മീൻ വിൽക്കപ്പെടും. വാങ്ങിക്കാൻ വന്ന ഒരാളെ ചോദിച്ചോ, ഇത് പച്ച മീനല്ല, പിന്നെ ദാനത്തിന് എഴുതി വെച്ചിരുന്നു. ഉടനെ മീൻകാരൻ ഓർത്ത് ശരിയാണല്ലോ. പുള്ളി എന്ത് ചെയ്തു? ആ പച്ച എന്നുള്ളത് വെട്ടിക്കളഞ്ഞു. ആ വാക്കിട്ട് വെച്ചിരിക്കുക മീൻ വിൽക്കപ്പെടും. വേറെ ആൾ വന്നിട്ട് ചോദിച്ചു, ഇത് മീനല്ല ഇരിക്കുന്നത്, പിന്നെ എന്തിനാ എഴുതി വെച്ചത്? ഉടനെ അദ്ദേഹം മീനും വെട്ടി. ചുരുക്കം പറഞ്ഞാൽ എന്തുള്ളൂ, വിൽക്കപ്പെടും. വേറെ ആൾ വന്ന് ചോദിച്ചത് നിൽക്കാൻ പറ്റിയെങ്കിൽ താമരത്തിന് എഴുതി വെച്ചത്. അവസാനം വിൽക്കപ്പെടും പോയി. ഇതുപോലെ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും, ഓരോ തലമുറ നീക്കപ്പെടും തോറും പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ച ഉപദേശങ്ങളും ദൈവവചനത്തിന്റെ പ്രമാണങ്ങളും വരുന്ന തലമുറകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഓരോന്നിങ്ങനെ പടിപടിയെ വായിക്കുക. അതാ എഫെസോസിന് പറ്റിയത്. അത് യോഹന്നാൻ പറഞ്ഞ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ കാര്യം ഇവർ കേൾക്കാത്തതിന്റെ കാര്യം. തലമുറകൾ മാറി മാറി വന്നു, പ്രമാണങ്ങൾ എന്ത് ചെയ്തു?
മായ്ക്കപ്പെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് എഫെസോസിൽ നിർബന്ധമായി 12 പേരെ എന്ത് ചെയ്തു? സ്നാനപ്പെടുത്തി. എന്നാൽ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാം. പുതിയ നിയമസഭയുടെ ആദ്യ കാലഘട്ടങ്ങളുടെ പ്രത്യേകത, ഒരാൾ രക്ഷിക്കപ്പെട്ടു, യേശുവിനെ രക്ഷിക്കപ്പെട്ടു, സ്നാനത്തെ വിശ്വസിച്ചാൽ ഉടനെ അവനെ എന്ത് ചെയ്യും? സ്നാനപ്പെട്ടു. അല്ല ഇന്നത്തെ പോലെ ഒരാൾ സമയം വന്നു രക്ഷിക്കപ്പെട്ടു, 6 മാസം അവൻ്റെ ജീവിതം നോക്കട്ടെ, ഇവിടെ നിൽക്കുമോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ സ്നാനപ്പെടുത്താം. അങ്ങനെ ഇടപിടിക്ക് ഒരു സ്നാനമൊന്നും പെടുത്തുന്നില്ല. ഈ പരിപാടിയില്ല. അതൊക്കെ ഇന്നത്തെ ഉപദേശന്മാരുടെ പരിപാടിയാണ്. അതങ്ങനെ അവരെ കുറ്റം പറയുന്നില്ല. കാര്യം അവരുടെ കുറ്റമല്ല. നേരത്തെ പെട്ടെന്ന് സ്നാനപ്പെട്ട പലരും കൃപയെ നിൽക്കാതെയും പെട്ടെന്ന് പിന്മാരെയൊക്കെ പോകുന്ന കണ്ടപ്പോൾ ഇനി വരുന്ന ആളുകളെയൊക്കെ ജീവിതമൊക്കെ പരിശോധിച്ച് അവർ പ്രമാണത്തിൽ നിൽക്കുമെന്നൊക്കെ പരിശോധിച്ചിട്ട് അവർ സ്നാനപ്പെടുത്താൻ മതിയെന്ന് നമ്മുടെ സഭയിൽ ദേവദാസന്മാരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ അത് വചനത്തിൻ്റെ ആറ്റിറ്റ്യൂഡല്ല. പുതിയ നിയമത്തിൽ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം പ്രാരംഭ അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനെ പെട്ടെന്ന് തന്നെ വിശ്വസിച്ചാൽ അവൻ എന്ത് ചെയ്യപ്പെടുക? സ്നാനപ്പെടുത്തുക. അങ്ങനെയാണ് മാളികമുറി ഇരുന്ന് 120 പേര് എന്ത് ചെയ്തത്? സ്നാനപ്പെട്ട ആളുകളാണ്. അതുകൊണ്ടല്ലേ ഫിലിപ്പോസ് ഷെണ്ണോട് പറഞ്ഞു, താങ്കൾ വിശ്വസിച്ചാൽ പിന്നെ എന്താ താമസം? ഇതേ വെള്ളം സ്നാനപ്പെടുന്നതിനുള്ള തടസ്സമുണ്ടോ? ഒരു തടസ്സമില്ല, അപ്പഴേ മുക്കി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സ്നാനപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്നാനപ്പെട്ടവരാണ് കർത്തൃമേശ എടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഇറങ്ങി പറയാം. അപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിന്റെ സ്നാന ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി ഇറങ്ങി വന്നു. ഇനി യേശു ആത്മാവിന്റെ ശക്തിയോടെ നമുക്ക് പരിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നു. അത് യോർദാനിൽ നിന്ന് കരയേറുന്ന യേശു അത് മരുഭൂമിയിലേക്ക് എന്ത് ചെയ്തു? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഒരു കാര്യമുണ്ട്, സ്നാനത്തിൽ നിന്ന് കയറി വരുന്ന യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് അവനെ എങ്ങോട്ട് കൊണ്ടുപോയി? മരുഭൂമിയിൽ. അപ്പോൾ എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയത് ആരാണ്? ആത്മാവാണ്. ആരാണ് നടത്തിയത്? ആത്മാവാ. പക്ഷെ മരുഭൂമി നിസാര വിഷയമല്ല. ഹാഗറിനോട് ചോദിക്ക്, ഹാഗർ പറയും, എൻ്റെ തലമുറയുടെ മരണത്തെ ഞാൻ മുഖാമുഖമായി കണ്ട സ്ഥലമാണിത് മരുഭൂമി. ഇസ്രായേൽ മക്കളോട് ചോദിക്കുക, അവർ പറയും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും പട്ടുപോയ സ്ഥലമാണിത് മരുഭൂമി. ഒന്നുകൂടെ ഇറങ്ങി പറയാം. അത് ഏലിയാവോട് ചോദിക്ക്, കരുത്തരായ പ്രവാചകൻ, 5 പ്രാർത്ഥനകൾ ബൈബിളിൽ അതേ പറഞ്ഞ പ്രവാചകനാ. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാനം ചൂരച്ചെടിയുടെ ചുവട്ടിൽ അത് മരണം കാത്തു കിടക്കുക. ഭക്തന്മാരും കരുത്തന്മാരും പലരും പരാജയപ്പെട്ട സ്ഥലമാണ് മരുഭൂമി. പക്ഷേ അതേ മരുഭൂമിയിൽ പോയി ജയം പ്രാപിച്ചു വന്ന ഒരുവൻ നസറേനായ യേശുവേ ഉള്ളൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവനെ മരുഭൂമിയിലേക്ക് നടത്തിയത് അവനിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവത്രേ. ഇന്ന് രാത്രിയിൽ നീ മരുഭൂമിയിലേക്ക് പോയാൽ നിന്നെ നടത്തുന്നത് അങ്ങോട്ട് ദൈവാത്മാവാണെങ്കിൽ നീ അവിടെ പരാജയപ്പെടത്തില്ല. നിന്റെ പരിശുദ്ധാത്മാവ് മടക്കിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് അവൻ ആത്മാവിൽ നിറഞ്ഞ് യോർദാനിൽ ആത്മാവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് തന്റെ മേൽ സ്നാന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവൻ ആത്മാവ് എന്ത് ചെയ്തു? നിറഞ്ഞു. അവൻ മരുഭൂമിയിലേക്ക് പോയി. അവൻ തിരിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് എന്ത് ചെയ്തു? മടങ്ങി. ഇതെല്ലാം സ്നാന ശുശ്രൂഷയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ പ്രക്രിയകളാണ്. നമ്മൾ നോക്ക്, നിറഞ്ഞവൻ വീണ്ടും എന്തായി? ശക്തിപ്പെട്ടു. എന്ത് ചെയ്തു? നിറവ് പോരാ, എന്തും വേണം. നമ്മുടെ പല ആളുകൾക്ക് എന്തേ ഉള്ളൂ? നിറവേ ഉള്ളൂ, ശക്തി ഇല്ല. എന്താ വ്യത്യാസം? അത് ഒരു റബ്ബറിന്റെ ചിരട്ടെ പാല് കുടിക്കുക, പാല് വന്ന് നിറഞ്ഞു. അത് ഒരു നായ അതിന്റെ സൈഡിൽ കൂടെ ഓടിയതേ ഉള്ളൂ. ഈ നായയുടെ കാറ്റടിച്ച് ചിരട്ട തൂകി മൊത്തം താഴ്ത്തി. കാറ്റടിച്ചതേ ഉള്ളൂ നായയുടെ. പക്ഷേ വേറൊരു കാര്യം പറയാം. ഇതേ റബ്ബറും പാല് റീഷിനകത്ത് ഒഴിച്ച് കുറച്ച് ആസിഡും കൂടെ ഒഴിച്ച് ഒരു 10 മണിക്കൂർ കഴിഞ്ഞ് നീ അതിനൊന്ന് പിടിച്ചു നോക്കുക. ആരെ പിടിച്ചാൽ അത് നീയത്തില്ല, കീറത്തില്ല. കാര്യം എന്താ? അത് ശക്തിപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? ഒരു നിസ്സാര വിഷയം വരുമ്പം മനസ്സ് നിരാശപ്പെടുകയും ചഞ്ചലപ്പെടുകയും ചെയ്യും. ഓർത്തോണം, നിറവേ നിന്നിലുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ആത്മാവിന് ശക്തി കിട്ടിയവൻ പറയും, ഈ പ്രശ്നം എന്റെ മുമ്പിൽ സമഭൂമിയായി തീരും. അവർക്ക് മനസ്സിലാകുന്നത് അറിയത്തില്ല. രാത്രി ഹോൾ വിട്ട് നീ ഇറങ്ങുമ്പോൾ നിറവോടുകൂടെ വന്നവർ ശക്തിയോടെ മടങ്ങണം. ഇതൊരു സാധാരണ യോഗമല്ല, പരിശുദ്ധാത്മാവോടെ നിൽക്കുകയാണ്. ചിലരെ അവർ ശക്തിപ്പെടുത്തുന്ന രാത്രിയാകാൻ പോകുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് യേശുക്രിസ്തുവിന്റെ സ്നാനം അത് ജഡാവതാരത്തിൽ അല്ലെങ്കിൽ ജനനത്തിൽ മാത്രമല്ല, അവന്റെ സ്നാനത്തിൽ എന്ത് വന്നു? പരിശുദ്ധാത്മാവ്. മൂന്നാമത്തത് യേശുക്രിസ്തുവിന്റെ പരീക്ഷാഘട്ടത്തിൽ ആര് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. യേശുക്രിസ്തുവിന്റെ പരീക്ഷാഘട്ടം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം, മർക്കോസ് 1:12 2 വാക്യങ്ങൾ വായിക്കാം.
യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവത്തിനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും യെശയ്യാ പ്രവചനം 42:1 ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ആ വാക്യം നമുക്ക് വായിച്ചു. യെശയ്യാ പ്രവചനം 42:1. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃത്തൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ ഒരു കാര്യം ഉറപ്പാണ്. ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ. ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. പറയുകയാണ്, എന്റെ ആത്മാവിനെ ഞാൻ അവന്റെ മേൽ. അർത്ഥം, യേശുക്രിസ്തുവിന്റെ മേൽ അവന്റെ ആത്മാവിനെ അവിടെ എന്തിരിക്കുക, അതിന് മാറ്റമില്ല, അതവിടെ വെച്ചിരിക്കുക. അപ്പൊ ഒന്ന്, അവന്റെ ജനനത്തിൽ ആത്മാവിന്റെ സാന്നിധ്യം കണ്ടു, അവന്റെ സ്നാനത്തിൽ കണ്ടു. 3, അവന്റെ പരീക്ഷണ ഘട്ടത്തിൽ എന്ത് വന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഈ മരുഭൂമിയിലേക്ക് പോയ കാര്യം എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ പിശാച് എത്ര പരീക്ഷയായിരുന്നു യേശുവിന്? പ്രധാനപ്പെട്ട 3 പരീക്ഷ. 3 പരീക്ഷ കൊണ്ട് 3 പരീക്ഷ ഉള്ളതെന്ന് പറയരുത്. 40 ദിവസം യേശു ഉണ്ടായിരുന്നു. 40 ദിവസം യേശു എന്തായാലും പരീക്ഷയായിരുന്നു. കാരണം സ്കൂളിൽ പോകുന്നവർക്കൊക്കെ അറിയാം, സ്കൂളിൽ ചെന്നാൽ പ്രധാനമായി ഉള്ളത് എന്താ? ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, വാർഷിക പരീക്ഷ. ഈ 3 പരീക്ഷ ഉള്ളൂ. സ്കൂൾ അങ്ങോട്ട് തുറക്കാതിരിക്കുകയാണ്. സ്കൂൾ പേപ്പർ, ടെസ്റ്റ് പേപ്പർ, അല്ലാത്ത പേപ്പർ, മറച്ച പേപ്പർ, മൊത്തം പരീക്ഷയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും കൂട്ടത്തില്ല, പ്രധാനപ്പെട്ടതേ കൂട്ടും. അപ്പൊ യേശുവിന് 40 ദിവസവും മരുഭൂമിയിൽ പരീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. 3 കാര്യങ്ങൾ. എന്താ കാര്യം ചോദിച്ചാൽ, സാത്താന് 3 കാര്യങ്ങൾ അറിയണമായിരുന്നു. അതുകൊണ്ടാണ് ഈ 3 കാര്യങ്ങൾ മാത്രം സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. സാത്താൻ അറിയേണ്ട 3 കാര്യങ്ങൾ. 1, ഇവൻ ഒരു മനുഷ്യനാണോ? 2, ഇവൻ ഒരു ദൂതനാണോ? 3, ഇവൻ ഒരു ദൈവപുത്രനാണോ? 3 കാര്യങ്ങൾ ആർക്കറിയണം? സാത്താൻ അറിയണം. അതുകൊണ്ടായാലും ആ ടൈപ്പിലുള്ള 3 പരീക്ഷയാണ്. സാത്താൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വിശന്നിരിക്കില്ല, ഈ കല്ല് അപ്പമായിട്ട് എന്ത് ചെയ്യണം? എനിക്ക് പിശാചിന്റെ ചില സംഭാഷണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദൈവമക്കൾ അതിനെ ചിലപ്പോൾ കേട്ട് പിടിക്കണം. എന്താ പറയുക, പിശാച് പറയുന്നത്, നീ ജീവനോടെ ഇരിക്കേണ്ടതിന് ഈ കല്ല് ഉണ്ടോ? അതിൻ്റെ അർത്ഥം, നീ ജീവനോടെ ഇരിക്കേണ്ടതിന് ഈ കല്ല് എന്ത് ചെയ്യണം? അർത്ഥം എന്തുവാ? നീ ജീവനോടെ ഇരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. നീ ജീവനോടെ ഇരിക്കേണ്ടത്. നമ്മുടെ സഹോദരന്മാർ വേഷത്ത് കത്താപ്പോൾ നമ്മൾ ചോദിക്കല്ലടാ വല്ലതും കഴിച്ചോ? സാത്താൻ യേശുവോട് ചോദിക്കാതെ നീ ജീവനോടെ ഇരിക്കേണ്ടത്, നീ ജീവനോടെ ഇരിക്കേണ്ടത് എൻ്റെ ആവശ്യം. അപ്പോൾ എൻ്റെ ഒരു ചിന്ത, യേശു ആ കല്ല് അപ്പമായി തിന്നിരുന്നെങ്കിൽ സാത്താൻ മാറിച്ചിട്ട് വന്നേനെ. ഉൽപ്പത്തിൽ സ്ത്രീയുടെ സന്തതി തല തീർക്കുമെന്ന് പറഞ്ഞില്ലേ? ഇദ്ദേഹം അല്ല കാര്യം. ഈ പുള്ളിയുടെ തീറ്റി കണ്ടില്ലേ? മനുഷ്യനാണ്, പേടിക്കാണ്ടില്ല, മനുഷ്യനാണ്. മനസ്സിലായില്ലേ? കാര്യം ഈ ഭക്ഷണം കണ്ടാൽ വെപ്രാളം പിടിക്കുന്ന ഗ്രൂപ്പ് മനുഷ്യനാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കല്യാണ ശിശുവിലേക്ക് പോയി. അന്നുകൊണ്ട് ഞാൻ വൈഫിനോട് പറഞ്ഞില്ലേ, മേലാ ഞാൻ കല്യാണത്തിന് പോകുന്നത്. കാര്യം എൻ്റെ അവിടെ 3 കാര്യം കണ്ടത്, ഷട്ടറിൻ്റെ മുമ്പിൽ ഒരു വാസും ഭാര്യയും കൂടെ നിൽക്കുകയാണ്. ഇവര് ഈ അതിർത്തിയിൽ ജവാൻ വെടിവെക്കാൻ തുടങ്ങുന്ന ഷട്ടർ തുറക്കെ ഇവരെ ചവിട്ടി കയറാൻ വേണ്ടി നിൽക്കുക. ചുരുക്കം പറഞ്ഞാൽ ഇവർ കയറുന്നതിന് മുമ്പ് പുറകുന്ന ഇവരെ തള്ളി ഈ അമ്മാവ വീട് കൈ കൊടുക്കും. അവരുടെ ഒരു വിശ്വാസ ദുബൈയിലുണ്ട്, പറഞ്ഞാൽ അച്ഛൻ അറിയാം. ഒരു പൂയപ്പള്ളി ഇരുന്നൊരു ഭാഷ, അത്രയും പറയുന്നത്. അപ്പം അമ്മ അവിടെ കൈ കൊടുക്കും. അപ്പം ഞാൻ പാസ്വേഡ് കഴിഞ്ഞും പറഞ്ഞു, പാസ് മോശമായി പോയി, നമ്മളൊന്നുമില്ലത് പെന്തക്കോസുകാരാണെന്ന് നോക്കണം. കഴിച്ചില്ലെന്ന് ഇപ്പോൾ ഒരു കാര്യം ഭക്ഷണം കഴിക്കാൻ കാഴ്ചയില്ലാത്ത എന്തൊരു ആക്രാന്തം പറയും. പിന്നെ രണ്ടാമത് ഞാൻ എന്നാൽ കല്യാണത്തിന് കയറിയിരിക്കുക. അപ്പം 3-4 കൂട്ടം എൻ്റെ കൂടെ 2 ചെറുപ്പക്കാർ വേറെ ഉണ്ട്. പിന്നെ പ്രായമുള്ള ഒരു 2 അപ്പച്ചന്മാരുണ്ട്. ഭക്ഷണം വരുമ്പോൾ ചെറുപ്പക്കാർ മൊത്തം കഴിക്കുകയാണ്. അപ്പച്ചന്മാർക്കൊന്നും കിട്ടുന്നില്ല. അവസാനം സൈ ഇട്ടപ്പോൾ ഒരു അപ്പച്ചൻ പറഞ്ഞു, മോനെ എല്ലെങ്കിലും വെച്ചേക്കണമെന്ന്. അപ്പം അന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ ഈ മേശയിലിരുന്ന് കഴിക്കുന്ന ഈ പുള്ളിയുടെ കഴിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഭക്ഷണം കൂടെ അവന് കൊടുക്കാൻ എനിക്ക് തോന്നിപ്പോയി. കാര്യം അതുകൊണ്ടെങ്കിൽ ഇപ്പോൾ അതുകൊണ്ട് മലകളെ വെട്ടി നിരപ്പാക്കി കുന്നുകളെ തവിട് പൊടിയാക്കി ഒരു മയമില്ലാത്ത പിടിക്കിനെ പിടിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഭക്ഷണം കണ്ടാൽ എപ്രാളം പിടിക്കുന്ന ഗ്രൂപ്പാണ് മനുഷ്യൻ.
നാരായണ രാവിലെ പറഞ്ഞു അവരുടെ ഭാഷ വണ്ടിയൊക്കെ ചോദിച്ച് ഓടിക്കാൻ പറ്റുള്ളൂ, ഇമാര് ഭക്ഷണം കഴിക്കാൻ നടക്കുക, ഇമാരുടെ പോക്കെന്ന് പറഞ്ഞാൽ എന്തുവാ പോകുന്ന അറിയത്തില്ല. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ആശ്വാസത്തിലെ കാര്യം തീർന്നു. അപ്പം യേശു നല്ല അപ്പമായി കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? നോ ടെൻഷൻ. ഞാനൊരു മനുഷ്യനാണ്, അതിൻ്റെ രീതിയൊന്നില്ലേ. പക്ഷെ യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന വചനം കൊണ്ട് അവൻ ജീവിക്കുന്നു. രണ്ടാമത് സാത്താൻ അറിയേണ്ടത് ഇവനൊരു ദൂതനാണെന്നാണ്. അതുകൊണ്ട് യേശുവോട് പറഞ്ഞത് ഇവിടെ താഴോട്ട് ചാടിക്കൂ, ദൂതന്മാർ ഇതിന്റെ കയ്യിൽ എന്ത് ചെയ്യും? അർത്ഥം ഒരു ദൂതനാണ് യേശുവെങ്കിൽ ഒരു ദൂതൻ ചാടിയ മറ്റൊരു ദൂതൻ താങ്ങേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. യേശു അതിന്മേൽ ജയിച്ചപ്പോൾ സാത്താനും മനസ്സിലായി ഇവൻ ദൂതനും അല്ല. ഇനി മൂന്നാമത് അറിയേണ്ടത് എന്താ? ഇവൻ ദൈവപുത്രൻ, ഉൽപ്പത്തിയിലെ പ്രവചനത്തിന് നിവൃത്തിയായി വന്ന ദൈവപുത്രനാണോ അറിയണം. അതിന് സാത്താൻ കൊണ്ട് ഇതെല്ലാം കാണിച്ചിട്ട് സൃഷ്ടിതാവിനെ കൊണ്ടുവന്ന് മൊത്തം കാണിച്ച് സാത്താൻ പറയുക, ഒന്ന് ചെറുതായി വീണ് നമസ്കരിച്ചാൽ മതി, മൊത്തം ഞാൻ നിനക്ക് ഇതേക്കാം അതേക്കാം. യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ നീന്തിയിരുത്. അവിടെ വാക്യം എഴുതി, പിശാച് കുറെ കാലത്തേക്ക് അവനെ വിട്ട് എന്നേക്കും നല്ല കുറെ കാലത്തേക്ക്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ എന്ന് വെളിപ്പെട്ടപ്പോൾ അവന് നിൽക്കാൻ പറ്റുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, ഏതൊക്കെ പൈശാചിക പോരാട്ടം നിനക്ക് നേരെ തല ഉയർത്തിയാലും നിന്റെ അകത്ത് ദൈവപുത്രൻ എഴുന്നേൽക്കാൻ തുടങ്ങിയാൽ, നിന്റെ അകത്ത് ദൈവപുത്രൻ എഴുന്നേൽക്കാൻ തുടങ്ങിയാൽ ചില പൈശാചിക മണ്ഡലങ്ങൾ പണികളല്ല പോവുകയാണ്, ചില അന്ധകാരങ്ങൾ ദേശം വിട്ടു പോവുകയാണ്, ചില ഇരുട്ടിന്റെ ശക്തികളുടെ കുടുംബം വിട്ട് ഇറങ്ങുകയാണ്. രാത്രിയിലെ ദൈവപുത്രന്റെ സാന്നിധ്യം യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ ആത്മാവിന്റെ സാന്നിധ്യമുണ്ട്. രണ്ട്, അവന്റെ സ്നാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. മൂന്ന്, അവന്റെ പരീക്ഷയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. നാല്, അവന്റെ പരസ്യ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. 33 കൊല്ലത്തെ യേശുവിന്റെ ജീവിതത്തിൽ 42 മാസമാണ് അവൻ ഈ ഭൂമിയിൽ പരസ്യ ശുശ്രൂഷ ചെയ്തത്. ആ പരസ്യ ശുശ്രൂഷയിൽ യേശുവിൻ്റെ ശുശ്രൂഷയിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഒരു ശുശ്രൂഷയ്ക്കകത്ത് ഏറ്റവും വേണ്ടത് എന്തായിരിക്കണം? 1.5 മണിക്കൂർ നിന്ന് ബുദ്ധിയിൽ കുറേ എബ്രായ ഗ്രീക്ക് പദങ്ങൾ പഠിച്ച് അതേ ഇയാളൊരു പണ്ഡിതനാണെന്ന് ജനത്തെ കൊണ്ട് പറയിപ്പിക്കുകയല്ല. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ആത്മാവിൻ്റെ ചലനമുണ്ടാകണം. നിന്റെ ശുശ്രൂഷയിൽ നീ ചെയ്യുന്ന അത് രോഗശാന്തിയാകാം, ഒരാളുടെ സുവിശേഷം പറയുന്നതാകാം. വേദവസം പഠിച്ചാൽ അഭിഷേകം എന്ന വാക്ക് ഞാൻ നാളെ പറയും. ആ വാക്കിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഗ്രീക്ക് പദത്തിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ മലയാള അർത്ഥം കൊടുക്കുന്നത് ഹൃദയം തണുപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? ഞാൻ ശേഖരം നിന്ന് ഭയങ്കരമായി തകർത്ത് പ്രസംഗിക്കുക. എൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ എല്ലാവർക്കും മുറിവേക്കുക. അത് യോഗം കഴിഞ്ഞ് ആശ്വാസം പ്രാപിക്കാൻ വന്നവരെല്ലാം ഇറങ്ങിപ്പോകുന്ന വൈരാഗ്യമായിട്ട് ഇവനെ കിട്ടിയാൽ അപ്പണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പം പെന്തക്കോസ്ത് സഭകൾക്ക് എന്തെല്ലാം നമ്മൾ ഭയങ്കര വെട്ടാ പാസ്റ്റർ, ഭയങ്കര വെട്ട. അപ്പോൾ ഈ ഞാൻ കഴിഞ്ഞ ദിവസം ജനിച്ചു 2 കൂട്ടം വെട്ടുകാരുണ്ട്. ഒന്ന് ഇറച്ചി വെട്ടുകാരനും വെട്ടും, പുരോഹിതനും വെട്ടും. മനസ്സിലായില്ലേ? ഇറച്ചി വെട്ടുകാരനൊന്നും നോക്കാനൊന്നുമില്ല, അവൻ തൂക്കത്തിനനുസരിച്ച് വെട്ടിക്കൊണ്ടിരിക്കും. പുരോഹിതൻ അങ്ങനെ വെട്ടാൻ പറ്റുകയില്ല, അവന് പ്രമാണം അനുസരിച്ച് വെട്ടാൻ പറ്റും. അവനെ ഈ പ്രമാണമുണ്ട്, ചുമ്മാതും കയറി യാതൊരു സമയത്ത് വെട്ടാൻ പറ്റില്ല, പ്രമാണം അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പുരോഹിതൻ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിനെ വെട്ടുള്ളൂ. പരിശുദ്ധാത്മാവിൽ വെട്ടുമ്പോൾ അത് മുറിവേറ്റ് വേദനയോടല്ല പോകുന്നത്, മുറിവേൽപ്പിക്കുകയും ചെയ്യും. ഏൽപ്പിക്കുന്നിടത്ത് ആ മുറിവിനെ കെട്ടുകയും ചെയ്യും. 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 1:5. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്നും ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതാണല്ലോ. മതി. വിശുദ്ധിയുടെ ആത്മാവ് എന്ത് ചെയ്തെന്നാ പറഞ്ഞത്? ദൈവപുത്രനെ
മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കും. ഉണ്ടോ? മരിച്ചിട്ട് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവ്. 2 വാക്കുകൂടെ പറയാൻ വായിച്ചു. റോമർ 8:11, 1 പത്രോസ് 3:18 വാക്യങ്ങളൊക്കെ നമുക്ക് ഇത് തെളിയിക്കാനുള്ള സഹായങ്ങളാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ഓ മതി. ഉണ്ടോ? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ഉണ്ടോ? അപ്പൊ യേശുവിനെ ഉയർപ്പിച്ചത് ആരാണ്? പരിശുദ്ധാത്മാവ്. ഇപ്പൊ പുനരുത്ഥാനത്തിൽ ആര് വന്നു? അയ്യോ, അത് എഫേസ്യരെ വായിക്കുമ്പോൾ അതിന്റെ കാതലായി മർമ്മം കിടക്കുക. എഫേസ്യരെ പറയുന്നത് അത് അങ്ങനെ അവനിലും വ്യാപരിച്ചവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ആദ്യ കർത്തൃത്വങ്ങൾക്കും വരുവാനുള്ളതും ഇപ്പോഴുള്ളതും സകലത്തിനും മീതെ അവനെ ഇരുത്തി. ആരിരുത്തി? പരിശുദ്ധാത്മാവിരുത്തി. മനസ്സിലായില്ലേ? ഞാൻ കണ്ടത് യേശു കാൽവരിയിൽ യേശു 3 ദിവസം കല്ലറയിൽ കിടക്കുക. 3-ാമത്തെ ദിവസമായപ്പോൾ സ്വർഗത്തിൽ അത് പിതാവിന്റെ അടുത്ത് നിന്ന് പരിശുദ്ധാത്മാവ് ബെൽറ്റ് മുറുക്കാൻ തുടങ്ങി, അരമുറുക്കി തുടങ്ങി. പിതാവ് ചോദിച്ചു എവിടെ പോവാ? പരിശുദ്ധാത്മാവ് പറഞ്ഞു 3-ാമത്തെ ദിവസമായില്ലേ, എനിക്ക് പുത്രനെ ഉയർപ്പിക്കണം. അങ്ങനെ അവരിലും അത് വ്യാപരിച്ചു എന്ന് പറഞ്ഞ എഫേസ്യലേഖനം പറയുന്നത്. അപ്പം 3-ാമത്തെ ദിവസമായപ്പോൾ പരിശുദ്ധാത്മാവ് ബെൽറ്റിടുകയാ, പരിശുദ്ധാത്മാവ് അരമുറുക്കുകയാ. പിതാവ് ചോദിച്ചു കാണും എങ്ങോട്ട് പോവാ? അത് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഞാൻ യേശുവിനെ ഉയർപ്പിക്കാൻ വേണ്ടി പോവുകയാ. നോക്കാം, എനിക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലായി. അത് എന്താ 3-ാമത്തെ ദിവസം തന്നെ ആത്മാവ് ഇറങ്ങുന്നത്? 4 ദിവസമായാൽ എന്ത് ചെയ്യും? നാറ്റം വെക്കും. ലാസർ നാറ്റം വെച്ചത്ര 4 ദിവസമായി. പക്ഷേ യേശു ക്രിസ്തു നാറ്റം വെക്കുന്നതിന് മുൻപ് അവനെ ഉയർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന നീ അറിയണം, നീ ചീഞ്ഞ് നാറാൻ കാണുന്ന ഒത്തിരി പേരുണ്ട്. നിന്റെ ഇമേജ് തകരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നീ നാറുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ബന്ധുമിത്രാദിയുണ്ട്. പക്ഷെ നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് അത് സാധാരണ ആത്മാവല്ല. നീ ചെയ്യുന്നതിന് മുൻപ്, നീ നാറുന്നതിന് മുൻപ് നിന്നെ ഉയർപ്പിച്ചെടുക്കുന്ന, നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവാത്മാവാണ്. ഈ രാത്രി വിശ്വസിക്കുന്നവരുമായി തീർന്നില്ല. ആത്മാവ് കൊണ്ടിറങ്ങി. എന്റെ വെളിപ്പാട് ഭയങ്കര ദൂത്. ആത്മാവ് കൊണ്ടിറങ്ങി കല്ലറയിലോട്ട് വന്നു. അയ്യോ, വാക്കി കൊണ്ടോണം. കല്ലറ ഇറങ്ങിയിട്ട് യേശുവിന്റെ കയ്യിൽ പരിശുദ്ധാത്മാവ് പിടിച്ചിട്ട് ഒറ്റ പോക്ക് പോയിട്ട് കല്ലറ വെച്ച് പിടിച്ച് ഈ പിടി എപ്പോഴാ പരിശുദ്ധാത്മാവ് വിട്ടെന്നറിയോ? വാക്യം കൊടുത്തിരിക്കുക, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും വരുവാനുള്ളതിനും ഇപ്പോഴുള്ളതിനും അത് കർത്തൃത്വങ്ങൾക്കും സകലത്തിനും മീതെ അവനെ കൊണ്ട് ഇരുത്തിയിട്ട് പരിശുദ്ധാത്മാവ് പിടിവിട്ടു. അപ്പൊ ആത്മാവിന്റെ പ്രത്യേകത എന്നറിയോ? ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ കയ്യിൽ പിടിച്ചാൽ എന്തെല്ലാം തടസ്സം നിനക്ക് എഴുന്നേറ്റാലും പിടിച്ചവൻ പിടിവിടണമെങ്കിൽ നിന്നെ ഇരുത്തമെടുത്തുകൊണ്ട് ഇരുത്താതെ, നിന്നെ എത്തിക്കണമെടുത്തുകൊണ്ട് എത്തിക്കാതെ പരിശുദ്ധാത്മാവ് പിടിവിടുകയില്ലെന്ന് രാത്രി നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ട വിഷയമാണ്. അത് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ ബെറ്റിട്ട് തുടങ്ങി. എന്തിനാ? ചരിത്രം കാണാത്ത പറഞ്ഞത് ഉയർത്തവരിൽ ആദ്യജാതനായവനെ ഉയർപ്പിക്കാൻ, ഉയർത്തവരിൽ ആദ്യപദമായവനെ ഉയർപ്പിക്കാൻ അത് പരിശുദ്ധാത്മാവ് ബെൽറ്റിടുകയാണ്. ഇന്ന് രാത്രി ക്ലാസ് എടുക്കുമ്പോൾ ദൈവാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. പരിശുദ്ധാത്മാവ് ബെൽറ്റ് കൊടുക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു. 7 ദിവസത്തെ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് ഈ സഭയുടെ ചരിത്രത്തിൽ നടക്കാത്ത, ഈ സഭയുടെ ചരിത്രത്തിൽ നടക്കാത്ത അത്ഭുതങ്ങൾ ചെയ്യാം. ചിന്തിക്ക്, അവന്റെ പുനരുത്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് പങ്കാളിയാണ്. 6 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അവന്റെ ജനനത്തിൽ പങ്കാളിത്തം വഹിച്ചു പരിശുദ്ധാത്മാവ്, അവന്റെ സ്നാനത്തിൽ പങ്കാളിത്തം വഹിച്ചു, അവന്റെ പരീക്ഷണത്തിൽ പങ്കാളിത്തം വഹിച്ചു, അവന്റെ പരസ്യ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ചു, അവന്റെ പുനരുത്ഥാനത്തിൽ എന്ത് ചെയ്തു? പങ്കാളിത്തം വഹിച്ചു. അത് വേദപുസ്തകം എഴുതിയിരിക്കുന്നു. അത് അവസാനത്തെ കാര്യം കൂടെ പറയാം. ക്രൂശീകരണത്തിൽ പങ്കാളിത്തം വഹിച്ചു. അവസാനത്തെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അവന്റെ സ്വർഗാരോഹണത്തിൽ പരിശുദ്ധാത്മാവ് പങ്കാളിത്തം വഹിച്ചു.
ദൈവത്തിന് സ്വത്രം ഞാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ലൈഫ് പറയാതെ, യേശുവിൻ്റെ ലൈഫിനകത്തെ പരിശുദ്ധാത്മാവിന് ഇടപെടൽ പറയാതെ അടുത്ത വിഷയങ്ങളോട് വരാൻ കഴിയത്തില്ല. കാര്യം നമ്മുടെ റോൾ മോഡൽ യേശുവല്ലേ. ഒന്നുകൂടെ ഇറങ്ങി പറയാം, നമുക്ക് 1-2 വാക്യങ്ങൾ പരിശോധിച്ചു പോകാം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 39-ാമത്തെ വാക്യം. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് ആണെന്ന് പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. മതി. നോക്കണം, ഈ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം പറയാൻ പ്രത്യേകിച്ച് വാക്യം വായിക്കുന്ന യേശു പറഞ്ഞില്ലേ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറെ പ്രയോജനകാരി. ഞാൻ സ്വർഗാരോഹണം ചെയ്താലേ വരാനുള്ളവരിവിടെ വരും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ വഴി നടത്തുന്നവൻ, കാര്യസ്ഥൻ നിങ്ങളുടെ നടുവിൽ വരണമെങ്കിൽ ഞാൻ പോകണം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണവുമായി പരിശുദ്ധാത്മാവിന് ഭയങ്കര ബന്ധമാണ്. യേശു സ്വർഗാരോഹണം ചെയ്തില്ലായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ചിന്തിക്കണം, അവന്റെ സ്വർഗാരോഹണത്തിലും പരിശുദ്ധാത്മാവിന്റെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. കണ്ണുകളെല്ലാം കൂടാൻ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഇന്ന് രാത്രിയിലെ ആത്മാവിനെ കുറിച്ച് നിരവധി കാര്യങ്ങൾ നാം ചിന്തിച്ചു. പറഞ്ഞു തീരാത്ത ദാനമാണ്. അതൊന്ന്, യേശു ക്രിസ്തുവിനെ പിതാവ് കാൽവരി നൽകിയതാണ്. 2, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ, ജഡമയത്വത്തിൽ നിന്നും പാപത്തിന്റെ ദാസനായി വിൽക്കപ്പെട്ട് നമ്മളെ വിടുവിക്കാൻ നമ്മുടെ അകത്ത് പറഞ്ഞു തീരാത്ത ദാനമായി വെളിപ്പെട്ടു വരികയാണ്. പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൈയും നാം പ്രാർത്ഥിക്കുമാറാകട്ടെ.